Good evening. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? ഹലോ, Yes, ma'am. കേൾക്കുന്നുണ്ട്. Good evening. ഓക്കെ അല്ലേ? Okay, ma'am. ഓക്കെ. വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. നമ്മുടെ ടാസ്ക് മന്ത്രയുടെ എല്ലാ ലീഡേഴ്സിനും നമസ്കാരം. എസ്പെഷ്യലി നമ്മുടെ ജോമോൻ സർ, ഇഷരമ, അബി, എല്ലാവരുടെയും പേരെടുത്തെന്ന് പറയുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഇവിടെ നടക്കുകയാണ്. സോ വൺസ് അഗെയിൻ ഞാൻ നിങ്ങളെല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ക്ലാസ്സിലൊരു ഇൻട്രൊഡക്ഷൻ തരാനായിട്ട് എന്നെ വിളിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ടാസ്ക് മന്ത്ര എനിക്ക് അത്രയധികം ഇഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് മാത്രം കുറച്ച് മാറി നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പം ഇന്നത്തെ യുഗത്തിന്റെ പോക്കനുസരിച്ച് വളരെ ആപ്റ്റായിട്ടുള്ളൊരു ക്ലാസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയില്ല, ഉപദേശിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ? ഉപദേശം ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഒരാളും ഉപദേശിച്ച് അങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് നന്നായിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സരിക ഇവിടെ നല്ലൊരു ക്ലാസ് നിങ്ങൾക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ലഹരി, കുട്ടികളിലെ ലഹരി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളും, നമുക്ക് സുരക്ഷിതമായ ബാല്യം, ലഹരി വിമുക്തമായ ഭാവി, അതായത് സേഫ് ചൈൽഡ്ഹുഡ്, ഡ്രഗ് ഫ്രീ ഫ്യൂച്ചർ. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും സരിക നല്ലൊരു ട്യൂട്ടറാണ്, അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനറാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളുടെ ഭാവി തലമുറയ്ക്കും ഇന്നത്തെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഈ റണ്ണിങ് ഏജിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഒരു ക്ലാസ് ആയിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് സരികയ്ക്ക് അവസരം കൊടുക്കാം. ഈ ലഹരി അല്ലെങ്കിൽ നമ്മുടെ ബാല്യം സുരക്ഷിതമാക്കുക, ലഹരി വിമുക്തം എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മളെല്ലാവരും ലഹരിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താണ് ലഹരി എന്ന് വെച്ചാല്, നമ്മൾ ഒരു ലഹരി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു അല്ലെ, ആ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വസ്തുവിനെ നമ്മൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ അത് നമ്മൾക്ക് വീണ്ടും വീണ്ടും അതിലേക്ക് എത്താനുള്ള ആകർഷണീയത തോന്നിക്കുന്ന ഒരു പ്രവർത്തനം, അതാണ് ലഹരി എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ ഇപ്പോ കുട്ടികളുടെ ലഹരി എന്ന് പറയുന്നത് ഏതായിരിക്കും? കുട്ടികളുടെയും വലിയവരുടെയും ലഹരി ലൈസ്, കുർക്കുറ്, അതൊക്കെ പോലത്തെ ഭക്ഷണങ്ങളാണ് കൂടുതലും. നൂഡിൽസ്. അതെ, നമ്മളുടെ കുട്ടികൾ വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അല്ലെ, ഏത് രീതിയിലായാലും. പക്ഷെ ഇതില് ഒരു പരിധി വരെ നമ്മള് ഗാർഡിയൻസും ഇതില് ഇൻവോൾവ് ആണ്. നമ്മളുടെ കുട്ടികള് ഏത് രീതിയിലായാലും ഇപ്പൊ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു കുട്ടിയും ഒന്നിനും അഡിക്റ്റ് ആവുന്നില്ല. പണ്ട് കാലങ്ങളിൽ നമ്മുടെ കാരണവന്മാര്, അതായത് അച്ഛനും അപ്പൂപ്പന്മാരൊക്കെ അവര് ഉപയോഗിക്കുന്ന ലഹരി എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ലഹരി എന്ന് പറയുമ്പോൾ തന്നെ സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോകളൊക്കെ ആയിരിക്കും കാണുക. ആൻഡ് അല്ലെങ്കിൽ ബീഡി, അതല്ലെങ്കിൽ ഒരു കുപ്പി കള്ള്, അതൊക്കെയായിരുന്നു പണ്ടത്തെ കാലത്തെ ലഹരികൾ. ഇന്ന് ആ ലഹരിയുടെ സ്ഥാനം മാറി അല്ലേ? ഇന്നെന്താ MDMA, അതുപോലെ സ്റ്റാമ്പ്. ഈ സ്റ്റാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കേ, ഞാനങ്ങനെ വിചാരിച്ചിട്ടാ, സ്റ്റാമ്പ് കളക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, പല തരത്തിലുള്ള സ്റ്റാമ്പുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ആ സ്റ്റാമ്പിന്റെയൊക്കെ അന്നത്തെ ആ പേര് മാത്രമേ ഉള്ളൂ. അതിന്റെയൊക്കെ ഉപയോഗങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾ വളരെയധികം, കുട്ടികൾ തന്നെയല്ല, ഒരു 2015, 2000 ആ കാലഘട്ടത്തിലൊക്കെ നമുക്കൊരു 25 to 35 years ഓൾഡ് അല്ലെങ്കിൽ ആളുകളായിരുന്നു ഈ ലഹരിക്ക് ആയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഏത് പ്രായത്തിലായിരുന്നു? ഇപ്പൊ പ്രായപരമായിട്ട് ലഹരിയൊക്കെ മാറിയിട്ട് ചെറിയ കുട്ടികളിലേക്കാണ് ആ ലഹരികൾ എത്തിപ്പെടുന്നത്. വളരെ ദുഃഖകരമായ കാര്യമാണ് അതൊക്കെ. കാരണം നാളത്തെ ഈ കുട്ടികളുടെ ഭാവി എന്താകുമെന്നോ. കാരണം കാരണവന്മാര്, അതായത് എബവ് 50 years എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധം അവരുടെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ആളുകളായിരിക്കാം, ഒരു 60 ഏജ് എബവ് ഒക്കെ. പക്ഷെ ഇന്നത്തെ കുട്ടികളും അവരുടെ ബ്രെയിനും മനസ്സും ഒക്കെ നശിച്ച്, ഓർമ്മശക്തിയും ശരിയല്ല,
ക്രൂര ബുദ്ധികളും സന്തോഷമില്ലായ്മയും ഒക്കെ ഉണ്ടാക്കി വരുത്തി വെച്ചിട്ട് അവർ നടക്കുന്ന കാഴ്ചകള് നമുക്ക് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമാണത്. ഇപ്പൊ നമുക്ക് തോന്നും ആ ഒരു അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല്, സാധാരണ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് പലരും പറയുന്നതെന്ന് വെച്ചാല് വീട്ടിലെ സാഹചര്യം എങ്ങനെയാക്കി അങ്ങനെ പറയാറുണ്ട്. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്തത് സാമ്പത്തിക വിഷമങ്ങൾ എന്നെ എങ്ങനെയാക്കി. നെക്സ്റ്റ് വൺ, എനിക്ക് മനസ്സിന് സന്തോഷമില്ല, സന്തോഷം കണ്ടെത്താനായിട്ട് ഇങ്ങനെ ആയതാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ആർക്ക് സന്തോഷം കൊടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സന്തോഷം കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഭേദമില്ലാതെ ഒന്ന് ലഹരി ഉപയോഗിക്കുന്നത്, അത് ഒരു ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഇതാണെങ്കിൽ പോലും അവർ അത്രയധികം മനസ്സവരെ വികലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി. ആ സമയത്ത് ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പയ്യൻ എത്തിയപ്പോ അവനെന്തോ സ്റ്റാമ്പ് എന്തോ ഉപയോഗിക്കുന്ന ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ, നീ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞപ്പോ അവൻ പറയാണ്, സാറേ ഞാനിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഭാരവും ഇല്ല, എനിക്ക് ഇങ്ങനെ നടക്കാം. അതായത് ഞാൻ ഒരു സ്വർഗത്തിലേക്ക് എന്നുള്ള പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പോക്കും ഏകദേശം അങ്ങോട്ടൊക്കെ തന്നെയാണ്, സ്വർഗത്തിലായിരിക്കില്ല, അതുപോലെ ആ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും അവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മൾ സൃഷ്ടിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്നത്തെ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും കൂടുതൽ സ്കൂളിലെ അധ്യാപകർക്കൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ അമ്മമാർക്ക് മാത്രമാണ് കുട്ടികളെ വീട്ടിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയുക. പക്ഷെ പല അമ്മമാരും എന്താ ചെയ്യാന്നറിയോ, നമ്മളിപ്പോ ഒരാൾ കണ്ടു, അല്ലെങ്കിൽ ആ മോനെ ഒരു മോശമായ അവസ്ഥയിൽ അവരുടെ മകനെ അല്ലെങ്കിൽ മകളെ കണ്ടു നമ്മൾ പറഞ്ഞാല് ഒരമ്മ പോലും, ഇൻക്ലൂഡിങ് മീ, സമ്മതിക്കില്ല. എൻ്റെ മകൻ അങ്ങനെയാണെന്നോ മകൾ അങ്ങനെയാണെന്നോ നമ്മൾ സമ്മതിക്കില്ല. കാരണം പലപ്പോഴും നമ്മൾ അവരോട് എതിർക്കാനേ നോക്കുള്ളൂ. അത് അവരവരുടെ കാര്യം തന്നെ പറഞ്ഞാൽ എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെയല്ല എന്നേ പറയുള്ളൂ. നമ്മൾ അമ്മമാര് എടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ കുട്ടികൾ എങ്ങനെ വളരണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നാളത്തെ ഭാവി ഒന്നും നോക്കണ്ട, ഇന്ന് നമ്മളുടെ കുട്ടികൾ നന്നായിട്ട് വളരണം എന്നും വിചാരിക്കുകയാണെങ്കിൽ ആ കുട്ടികളെ വളരെ നന്നായിട്ട് വളർത്താനായിട്ട് നമ്മുടെ അമ്മമാർക്ക് സാധിക്കും. അമ്മമാരായിരിക്കും എപ്പോഴും കുട്ടികളുടെ കൂടെ കൂടുതലായിട്ട് അവർ ടൈം ചെലവാക്കുകയും അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനും സാധിക്കുക. അപ്പൊ അതുകൊണ്ട് അമ്മമാര് ചിന്തിക്കുന്ന അത്രയും കാര്യങ്ങൾ ഒരു പക്ഷെ അച്ഛന്മാരെ അറിയണമെന്നില്ല. അച്ഛന്മാരുടെ മുമ്പിൽ ഒരു അമ്മമാര് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ വികലമായ മനസ്സിനെ മറച്ചു വെക്കാറുണ്ട്. ഒരിക്കലും ഒരമ്മ എൻ്റെ മകൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ മകൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അച്ഛനോട് ആലോചിക്കാറില്ല. എപ്പോഴും നമ്മൾ സ്ത്രീകൾ തന്നെ ഇതിനൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്തു. അതിന് സമൂഹം ഒന്നും വേണ്ട. ഒരു സമൂഹത്തെ നമ്മളെപ്പോഴും പറയില്ലേ, സമൂഹം ഒരുമിച്ച് നിന്നാൽ ഇതിനൊരു എന്താ പറയാ പ്രിവെൻഷൻ കിട്ടും എന്നൊക്കെ. ഒരിക്കലും കിട്ടുന്നില്ല. എപ്പോഴും നമ്മൾ സമൂഹത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കുക. വീട്ടിലുള്ള നമ്മളുടെ മക്കൾ മര്യാദക്കാണെങ്കിൽ ഈ പല കുട്ടികൾ അല്ലെങ്കിൽ പല ആളുകൾ ചേർന്നിട്ടാണല്ലോ ഒരു സമൂഹം ഉണ്ടാവുക. ആ സമൂഹം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടില് നമ്മളുടെ കുട്ടികളെ എല്ലാ രീതിയിലും ശ്രദ്ധിച്ച് വളരെ, അതായത് ഇതിന്റെ എപ്പോഴും കുട്ടികളോട് പറയാം, അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അതിന്റെ ദോഷങ്ങള് താൽക്കാലിക സുഖത്തിന് വേണ്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ മനസ്സോ അല്ലെങ്കിൽ അവന്റെ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ യാതൊരു ചിന്തകളും അവനുണ്ടാവില്ല. അവനൊരിക്കലും ഭാവിയിലേക്ക് ഒരു ഗുണം ചെയ്യില്ല. അവന്റെ സ്വയം അവൻ നശിക്കുകയുള്ളൂ എന്നുള്ളത് ഓരോ കുട്ടികളെയും നമ്മൾ അമ്മമാര് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഒരമ്മ മക്കളോട് കരഞ്ഞു പറഞ്ഞാല് അതിന് പ്രതിവിധി ഇല്ലാത്ത അല്ലെങ്കിൽ അതിന് ഫലം കണ്ടെത്താത്ത സാധ്യത വളരെ കുറവാണ്. എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന അതാണ്. നമ്മള് പാരന്റ്സ് നമ്മളുടെ മക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കുക, മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭീകരത അവർ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഭാവി നമുക്ക് തന്നെ ഉണ്ടാക്കാം. നമ്മൾ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അമ്മമാർക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനൊരു സമൂഹവും നമ്മൾ വിളിക്കേണ്ട, ഒരു സമൂഹത്തിന് നമ്മൾ നോക്കണ്ട. ചൂലൊരുമിച്ച് നിന്നാലേ അടിച്ചു വരാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ നമ്മൾ ഓരോരുത്തരും നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ സമൂഹത്തിൽ നിന്ന് തൂത്തു മാറ്റാനായിട്ട് ഒരു സ്ത്രീ വിചാരിച്ചാൽ സാധിക്കും. അത് നമ്മളുടെ വീട്ടിൽ നിന്ന് തുടങ്ങുക. എപ്പോഴും നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഭാവിയിലേക്കുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് സരിക വളരെയധികം പ്രിപ്പയർ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. എന്നിരുന്നാലും എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഇടക്കിടക്കിനെ ടാസ്ക് മന്ത്രയിലെ എല്ലാവരും കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇടക്കൊന്ന് കയറി വരികയാണ്. അപ്പൊ ഇന്ന് എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്നും ഈ മാരകമായ പിടിയിൽ നിന്ന് ഇവരെ എങ്ങനെയൊക്കെ രക്ഷിക്കാമെന്നും അതുപോലെ തന്നെ ഇതിൽ അകപ്പെട്ടു പോയാൽ അവർക്ക് അതിനുള്ള പ്രതിവിധി എന്താണെന്നുള്ള
വളരെ വിശദമായിട്ടുള്ളൊരു ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ സരിക റെഡിയാണ്. അപ്പോൾ എല്ലാവരും സരികയുടെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ ഇടക്കിടക്ക് ഇങ്ങനെ വരും. അപ്പോ ഒത്തിരി നന്ദിയോടുകൂടി സരികയുടെ ക്ലാസ് കേൾക്കാൻ ഞാനും ഒത്തിരി ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു ലൈല മാം. കണ്ടതി വളരെ സന്തോഷം. ഇനി നല്ല നല്ല ക്ലാസ്സുകളായിട്ട് വരിക. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്നെ അറിയാലോ അല്ലേ, ശാരിക. ഞാന് പാലക്കാടാണ് എന്റെ സ്വദേശം. ഇപ്പൊ കുവൈറ്റിലാണ് ഉള്ളത്. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ആണല്ലേ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. സുരക്ഷിതമായ ബാല്യം, ലഹരി വിമുക്തമായ ഭാവി. ഇതാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ എന്താണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു സോഷ്യൽ മീഡിയ തുറന്നാൽ, അല്ലെങ്കിൽ ഒരു ന്യൂസ് വെച്ചാൽ, പത്രം എടുത്താൽ കാണുന്നത് എന്താണ്? ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും കാണാതെ നമ്മൾ ഇരിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം ലഹരി മരുന്നിന്റെ ഉപയോഗം കാരണം അമ്മയെ വെട്ടിക്കൊന്നു, അച്ഛനെ തലക്കടിച്ചു കൊന്നു, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നമുക്ക് തന്നെ കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. സത്യല്ലേ? അപ്പോ ഇതിലേക്കൊക്കെ വഴുതി വീഴാനുള്ള കാര്യം ലൈല മാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ശ്രദ്ധക്കുറവാകാം, അല്ലെങ്കിൽ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാകാം, അവരുടെ ആ ഒരു എന്താ പറയുന്നത്, നമുക്ക് വേണ്ട പരിഗണനയും കാര്യങ്ങളും നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാകാം. ഒരു വ്യക്തി പെട്ടെന്ന് ഒരിടത്ത് പോയിട്ട് ചാടുവോ? ഒരു കുഴിയിലേക്ക് ചാടാൻ ആരും ശ്രമിക്കത്തില്ല അല്ലേ. അപ്പോ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അത്യാവശ്യം. നമ്മൾ ന്യൂസുകൾ കാണുന്നുണ്ട്, ശരിയാ, ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് കേൾക്കുമ്പോ അയ്യോ ഇങ്ങനെയൊക്കെ നടന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുമുണ്ട്. ആ ഒരു ദിവസം ചില സമയം നമ്മുടെ പോക്കായിരിക്കും. അതേ പറ്റിയൊക്കെ ഓർക്കും. എന്താ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്, അങ്ങനെ നടക്കുന്നത്, നാട് നശിച്ചല്ലോ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത അല്ലേ. പക്ഷെ അതില് എന്താ പറയുന്നേ, നമുക്കും ഒരു ചെറിയ പങ്കുണ്ട് എന്ന് തന്നെ വേണം പറയാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇന്ന് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് 2 hour ഒരു സെഷനാണ്. മാക്സിമം നമുക്ക് കവർ ചെയ്യാവുന്നത്രയും കവർ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. നമ്മൾ പറയുമ്പോൾ മൈക്കൊക്കെ ഒന്ന് ഓൺ ആക്കി ഒരു ആൻസർ പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്കോ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്. കാരണം നമ്മുടെ ആ ഒരു ഷെയറിങ്ങിലൂടെ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടാൽ നല്ല കാര്യം തന്നെ അല്ലേ. നമുക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്കിന്ന് ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. ഇന്ന് ഒരു വ്യക്തിയുടെ തലച്ചോറിനെയും പ്രവൃത്തിയെയും ചിന്തയെയും ഒക്കെ മാറ്റുന്ന ഒരു പദാർത്ഥമാണ് ഈ ലഹരി മരുന്ന് എന്ന് പറയുന്നത് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ ഉപയോഗം വളരെയധികം കൊച്ചു കുട്ടികളിൽ വരെ, അത് വർണ്ണക്കടലാസുകൾ പൊതിഞ്ഞ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പാക്കറ്റുകളായിട്ട് നമ്മുടെ കുട്ടികളുടെ അടുത്തെത്തുന്നുണ്ട് ഇത്. ഇപ്പോ ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയത്താണ്. എന്നെ കല്യാണം കഴിച്ചതാണ് പാലക്കാട്. അപ്പൊ എന്റെ നാട്ടിൽ തന്നെ ഇന്ന് നമുക്കൊരു ന്യൂസ് അബിത മാം ഷെയർ ചെയ്യുകയുണ്ടായി. UKG പഠിക്കുന്ന ഒരു കുട്ടി, അതിന് ആരാണെന്ന് പോലും ആ മോൻ അറിയത്തില്ല, ഒരു ചോക്ലേറ്റ് എങ്ങാണ്ട് കൊടുത്തു. അത് കഴിച്ചപ്പം കഴിച്ച് വീട്ടിൽ വന്നപ്പോ കുട്ടിക്ക് ഒരു അസ്വസ്ഥത തോന്നി. അപ്പം വയ്യാഴികയായിരിക്കും എന്നുള്ള ഒരു കാരണം, വയ്യാഴികയായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം കുട്ടിയുടെ ബ്ലഡില് അതിന്റെ ഒരു അംശം, ലഹരി മരുന്നിന്റെ അംശം കാണാനിടയായി. ആ കുട്ടിക്ക് അറിയത്തില്ല ആരാ കൊടുത്തേ എന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും, LKG UKG 5-6 വയസ്സ്, ഇവരോട് പറഞ്ഞാൽ എന്നാ മനസ്സിലാവാനാ എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളത് പറഞ്ഞു കൊടുക്കത്തില്ല അവർക്കല്ലേ. ഒരാൾ ഒരു സാധനം തന്നാൽ നമ്മളത് എങ്ങനെ വാങ്ങിക്കണോ വേണ്ടയോ, നോ പറയാനുള്ള പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല മക്കളെ അല്ലേ. അതാണ് സത്യം. അപ്പോ
നമ്മൾ ചെയ്യേണ്ടത് ഒരറിവായാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ആ മോന് അറിയത്തില്ല, അവന് ഒരു മുട്ടായി അല്ലേ, നല്ലൊരു മുട്ടായി കിട്ടിയപ്പോ അവൻ വാങ്ങിച്ചു. അത് ആര് കൊടുത്തെന്ന് അവൻ അറിയുന്നില്ല. ബന്ധുക്കാരാണോ കൊടുത്തത്, അല്ലെങ്കിൽ അടുത്തുള്ള ആളാണോ കൊടുത്തത്, കൂട്ടുകാരാണോ കൊടുത്തത്, അല്ല, ആരാണെന്ന് ചോദിച്ചാൽ അവൻ അറിയുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്, അല്ലെ കുട്ടികളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ പറ്റും, ഇതിന്റെ വിപത്തുകൾ എന്തൊക്കെയാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് മയക്കുമരുന്ന്, എന്താണ് മയക്കുമരുന്ന്? ഇപ്പൊ ലൈല മാം പറഞ്ഞു, ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് അങ്ങനെ പറയുമ്പം ഞാനൊരു 80 കിഡാണ്, ഇപ്പൊ 2K കിഡിലേക്ക് മാറിയല്ലേ. അതായത് ഇപ്പൊ ഈ എന്താ പറയുന്നത്, ഇപ്പൊ ഡിജിറ്റലി എല്ലാവരും ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ അത് നമ്മുടെ പഴയ രീതിയിലേക്കൊന്നും വരാൻ ഒരിക്കലും പോകുന്നില്ല, സത്യല്ലേ? ടെക്നോളജി വളരുന്നുണ്ട്, അത് വേണം, അത് നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളുടെ മക്കളുടെ സ്വഭാവ രീതികളും അല്ലെങ്കിൽ സമൂഹത്തിൽ വരുന്ന ന്യൂ ജനറേഷൻ ആൾക്കാരുടെ സ്വഭാവ രീതികളും ശീലങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. നമുക്കൊരു നല്ലൊരു ജനതയെ വാർത്തെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മള് എന്താ പറയുന്നത്, അടുത്തൊരു ഒരു ജനറേഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തായാലും ഇപ്പൊ തന്നെ ഇതിന് മുൻകൈ എടുത്തേ മതിയാവും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് വെളിയിലിറങ്ങാൻ പേടിയില്ലേ? ഇപ്പൊ പേടിയില്ലാത്ത ആരാ ഉള്ളത് വെളിയിലിറങ്ങാൻ? ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഇപ്പം റോഡുകളിലും മറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാര്, ലഹരികൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പേടിയാണ്. ഇവര് എന്താ പറയുന്നത്, കത്തിയും കടാരയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു എന്താ പറയാ സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത്. അപ്പൊ ഈ മയക്കുമരുന്ന് എന്നൊക്കെ പറയുമ്പം എന്റെയൊക്കെ കാലത്ത് ഏറ്റവും വലിയ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, ലഹരി തരുന്നത് എന്തും, നമ്മളെ മയക്കുന്നത് എന്തും അതൊരു മയക്കുമരുന്ന് തന്നെയാണ്. അപ്പോ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒന്നെങ്കിൽ സിഗരറ്റ് അല്ലെങ്കിൽ കള്ള് അല്ലേ, അതിൽ ഏറ്റവും മുകളിൽ പോയാൽ എന്താ നമുക്കറിയാവുന്നേ? കഞ്ചാവ്. അതിൽ കൂടുതൽ നമുക്ക് ഉണ്ടോ എന്നൊന്നും നമുക്കറിയാൻ മേല. പക്ഷെ ഇപ്പൊ അതൊക്കെ മേലെ പോയിട്ടുണ്ട്. ഇപ്പൊ ഹെറോയിനായി, അതേപോലെ തന്നെ ബ്രൗൺ ഷുഗർ ആയി, അതേപോലെ തന്നെ MDMA ആയി, അങ്ങനെ പല പല മയക്കുമരുന്നുകളാണ് ഇപ്പം വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോ ഇതൊക്കെയാണ് ഈ മയക്കുമരുന്നുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്, അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഈ കണക്കുകൾ ഒന്ന് നോക്കാം. ഇത് നോക്കൂ, നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നോക്കിയോ. ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടോ, 1985 അഡിക്റ്റായാലും അഡിക്ഷനും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കുറച്ച് വർഷങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ നോക്കണം. ഇതിപ്പോ ഒരു ഇംഗ്ലീഷ് നോട്ട് ഞാൻ വെച്ചതാണ്, നമുക്ക് മലയാളത്തിലേക്ക് പോവാം. സ്ക്രീൻ ഓക്കെ ആണല്ലോ മാം? എനിക്ക് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, നോക്കൂ, 2024 NDPS ആക്ട് പ്രകാരം പഞ്ചാബിനേക്കാൾ 3 ഇരട്ടി കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3 ഇരട്ടി, ഓർത്തോണം, പഞ്ചാബിനേക്കാൾ. 2023 ജനുവരി മുതൽ 2024 ജൂൺ വരെ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളത്ത് 8500-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതായിട്ട് പോലീസ് പറയുന്നത്. അതേപോലെ തന്നെ ഏകദേശം അവിടെയുള്ള കൗണ്ടിന്റെ ഏകദേശം അടുത്തൊക്കെ വരുന്നുണ്ട്. സ്ക്രീൻ കാണുന്നില്ല, ആരെങ്കിലും ഒന്ന് പറയുമോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ 2025 2025
ആദ്യ 2 മാസങ്ങളിൽ കേരളത്തിൽ നടന്ന 63 കൊലപാതകങ്ങളിൽ 30 എണ്ണവും എന്താ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം കാരണം ഉണ്ടായതാണെന്നാണ് കേരളത്തിലെ പോലീസിന്റെ പഠനം പറയുന്നത്. അതാ പറയുന്നത്, കുട്ടികൾ മയക്കുമരുന്ന് ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ കാരണം എന്താ പറയാ, മാതാപിതാക്കൾക്കും അതൊരു ആശങ്ക തന്നെയാണല്ലേ. എത്രയാ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഈ 4 വർഷത്തിനുള്ളില് കേസുകൾ ഉണ്ടായിരുന്നു. 37,000, അതായത് കണക്കുകൾ പറയുവാണേ നേരത്തെ ഉണ്ടായിരുന്നതിനെ കഴിഞ്ഞു ഈ 4 വർഷത്തിൽ ഉണ്ടായ കേസുകൾ എന്ന് പറയുന്നത് ഒരുപാടാണ്. ഇപ്പോ ഇതിൽ പറയുന്നുണ്ട് നമുക്ക് നേരത്തെ 1 മാസത്തിൽ 1 കേസൊക്കെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഒരു പോലീസ് ഓഫീസർ പറഞ്ഞതാണ്. ഇപ്പോ ദിനം പ്രതി കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അവിടെ തന്നെ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ കണക്കുകളും കാര്യങ്ങളും ഒക്കെ വെളിയിലൊക്കെ വിടാനായിട്ട്. അപ്പൊ അത്രത്തോളം വ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു ഡ്രഗിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പൊ അത് നാളെ നമുക്ക് അഴുകി വരാൻ അധികം സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നമ്മൾ അതിനുള്ള ഇനിയെങ്കിലും നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത്. അതിന് നമ്മുടെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഒരു സർക്കാർ തീരുമാനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ തീരുമാനിച്ചത് കൊണ്ടോ നമ്മുടെ മക്കൾ നന്നാകില്ല. നമ്മൾ തീരുമാനിക്കണം. ലൈല മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ അവര് ചെയ്യട്ടെ ഇവര് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പോ ഇത് നിങ്ങൾ ഈ ഒരു ടോപ്പിക് എടുത്തത് തന്നെ ഇതൊരു ഒന്ന് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ള ഒറ്റ ഒരു കാര്യം കൊണ്ടാണ്. കാരണം നമ്മൾ ഈ കേസുകളൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നില്ല. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി നോക്കുന്നില്ല. ഇതെന്താ സംഭവം എന്നുള്ളത് നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഇനിയിപ്പം അച്ഛന്മാരുണ്ടെങ്കിൽ അച്ഛന്മാരും കേൾക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഒരു കാര്യം വരുമ്പം എല്ലാം അമ്മമാരുടെ തലയിൽ തന്നെയാണ് വന്ന് വീഴുകയല്ലേ. അച്ഛന്മാർക്ക് അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മമാർക്ക് മക്കളുടെ ചെറിയ മാറ്റം പോലും മനസ്സിലാവും. നമുക്കൊരു പുക്കിൾക്കൊടി ബന്ധം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാണ്. ഇനി മക്കൾ ഏതെങ്കിലും ഒരു വിധത്തിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കുറ്റം വരുന്നതും ഒരു സമൂഹം മുഴുവൻ കുറ്റപ്പെടുത്തുന്നതും അമ്മമാരെ തന്നെയായിരിക്കും അല്ലേ. എന്തു വന്നാലും അമ്മയ്ക്ക്, അങ്ങനൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ നടക്കുന്നത്. അപ്പോ ഇതെങ്ങനെയാണ് ഒരാളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അവരുടെ ചിന്തകൾ വ്യത്യസ്തമാകാം, അതേപോലെ തന്നെ പ്രവർത്തികൾ വ്യത്യസ്തമാകാം, അതേപോലെ തന്നെ എന്താ പറയാ അതേപോലെ തന്നെ ഇപ്പൊ കണ്ടുവരാറുള്ള ഒരു കാര്യമുണ്ട്. നിശാപാർട്ടികൾ എന്ന് പറഞ്ഞാൽ DJ പാർട്ടികൾ എന്ന് പറയുമ്പോ ഇപ്പം അതിൽ പോയെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രെഡിറ്റാ എല്ലാവർക്കും അല്ലേ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ അതിൽ പോയി ഭയങ്കര ക്രെഡിറ്റാ. ഓ എന്റെ മകൻ അല്ല DJക്ക് പോയേക്കോ, അല്ലെ മകൾ DJക്ക് പോയേക്കോ എന്ന് പറയും. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണ്? ഈ പത്രങ്ങൾ മുഴുവൻ വരുന്നുണ്ട്, ന്യൂസായ ന്യൂസ് മുഴുവൻ വരുന്നുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് ഇത് അറിഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് തന്നെ. അത് മനസ്സിലാക്കണം. ചിലപ്പോ നമ്മുടെ മക്കളും നല്ല മക്കളാ അല്ലേ. അത് തന്നെ DJ ഭയങ്കര സംഭവമാണെന്ന് എല്ലാവരുടെയും വിചാരം. നമ്മുടെ മക്കൾ നല്ല മക്കളാണ്. നമ്മൾ പറയുന്നിടത്തുനിന്ന് അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കത്തില്ല, അല്ലെങ്കിൽ അവള് ചലിക്കത്തില്ല എന്നൊക്കെയാണ് അവരുടെ ഒരു വിചാരം. ഇനിയിപ്പോ എവിടെ പോയാലും അവര് നമ്മളെ മറികടന്ന് ഒന്നും ചെയ്യൂല എന്നൊക്കെ വിചാരം കാണും. സ്വാഭാവികം. എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും അവരവരുടെ മക്കള് വലുത് തന്നെയാണ്. കാക്കയ്ക്കും തൻ കുഞ്ഞു പെൺകുഞ്ഞെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ. പക്ഷേ
ഇപ്പൊ ആ സ്ഥിതിയൊന്നുമല്ല. നമ്മുടെ മക്കൾ ചിലപ്പോ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളിലും അകപ്പെട്ടു പോയേക്കാം. അപ്പോ ഈ കൂട്ടുകാരൊക്കെ അതുവരെ നമ്മുടെ മക്കൾ നല്ലതായിരുന്നു. അപ്പൊ ഒരു പാർട്ടി വന്നു, എല്ലാരും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഇത് യൂസ് ചെയ്യുന്ന കുറെ കുട്ടികളുണ്ട്. ആ കുട്ടികള് പറയാണ്, എടാ നീ ഇതൊന്ന് ജസ്റ്റ് ഒരേ ഒരു ദിവസം ഇന്ന് മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ പറഞ്ഞു. ഇന്ന് മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. എന്റെ സ്ക്രീൻ പോകുന്നുണ്ടെന്നാണോ പറയുന്നല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞാൻ വേറെ ഷെയർ ചെയ്യാൻ ഒന്ന് നോക്കോട്ടെ കേട്ടോ. അപ്പോ നമുക്ക് തോന്നുന്നുണ്ട് നീ എന്താ പറയുന്നേ, ഇവന്മാരെല്ലാം കൂടെ എന്നെ ഇതാക്കുകയാണ്, ഇനി ഇതൊക്കെ കഴിച്ചാല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, വീട്ടിൽ അറിയുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? അതെ, എല്ലാത്തിനും കൂട്ടുകെട്ടുകളാണ് കാരണം. ഒരു ഇതിൽ പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. കൂട്ടുകെട്ടുകൾ തന്നെയാണ് കാരണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൂട്ടുകെട്ടുകളാണല്ലോ എന്താ പറയുന്നത്, കുട്ടികളെ വഴിതെറ്റിക്കുന്നത് അല്ലേ? നല്ല കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നശിച്ച ചിന്തയിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകത്തില്ല. അപ്പോ അപ്പൊ അവൻ പറയാണ്, നീ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക് എന്നവൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോ ശരി, ഓക്കെ എന്നുള്ള ഒരു രീതിയിൽ അവൻ വിചാരിക്കും. ആദ്യമേയൊക്കെ എനിക്ക് വേണ്ടടാ, പ്രശ്നമാകും, വേണ്ട എന്നൊക്കെ പറയും. അത് കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ ഇവന്മാരങ്ങ് കളിയാക്കാൻ തുടങ്ങും. ഈ മറ്റേ കുട്ടികളൊക്കെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്താ കളിയാക്കുന്നേ? നീ ആണല്ല, അല്ലെങ്കിൽ നീ ഒരു അമ്മമോനാണോ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ കളിയാക്കി വരുമ്പം അവന് തന്നെ ഒരു ഇത് വരും, എന്താ, ഇവന്മാരല്ല എന്നെ ഇങ്ങനെയാണല്ലോ പറയുന്നത്, അപ്പൊ പിന്നെ ഞാന് എങ്ങനെ ഇത് വേണ്ട എന്ന് പറയുക എന്നൊക്കെയുള്ള ഒരു രീതി അവർക്ക് കാണും അല്ലേ? എന്നാലും കൂട്ടുകാരുടെ മുന്നിൽ ആരും അങ്ങനെ എന്താ പറയാ താഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. അപ്പൊ ഓക്കെ, അവൻ ആ ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചു. പക്ഷെ അവന് മനസ്സിലാകുന്നില്ല ആ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതാണ് അവന്റെ തെറ്റ് എന്നുള്ളത് അവന് മനസ്സിലാവുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാം, ഈ ബ്രൗൺ ഷുഗർ പോലെയുള്ള കാര്യങ്ങള് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പോലും നമുക്ക് അത് അഡിക്ഷൻ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ ഇവൻ അന്ന് ഉപയോഗിച്ചു, ശരി, ഭയങ്കര ഹൈ എനർജി. ഇത് ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും എന്നാ പറയുന്നത്. അതായത് അതില് ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം. നമ്മുടെ എനർജി ഇപ്പൊ ഇത്രയാണെന്ന് വെച്ചോ, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ എനർജി 2 പടി കയറി. അപ്പൊ ഓർത്തെ, നമ്മുടെ നോർമൽ എനർജിയിൽ നിന്ന് കുറച്ചും കൂടെ കൂടിയാൽ എന്താ അവസ്ഥയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തെ എന്താ പറയുക ആകർഷിക്കുന്നത് ഇങ്ങനെ തന്നെയാ. അപ്പൊ ഇവരെന്താ വിചാരിക്കുന്നത്, അടിപൊളി സംഭവം, കൊള്ളാം, ഭയങ്കര എനർജിയാ, ഏതാ നമുക്ക് ഡാൻസ് കളിക്കാം, നമ്മൾ വേറെ ലോകത്താ, പറക്കുക, മനസ്സിലായില്ലേ? അതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇവര് വിചാരിക്കും അന്ന് ഭയങ്കര ഡാൻസ് പാട്ട്, ഇത് ഡാൻസ് പാട്ടല്ല, എല്ലാ കാര്യങ്ങളിലും അവർക്ക് കുറച്ച് അപ്പൊ ഭയങ്കര എനർജി ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അന്ന് ഉപയോഗിച്ചല്ലേ, ശരി, കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം ഒരു 10-12 മണിക്കൂർ കഴിയുമ്പം ഇതിന്റെ നമ്മൾ ഈ പറയുന്ന പോലെ കിക്ക് അല്ലേ, കിക്കൊക്കെ ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കിനും ഓക്കെ, ഞാൻ രാവിലെ എഴുന്നേറ്റ് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ഇത്ര ഉള്ള സംഭവം എന്നൊക്കെ നമുക്ക് അപ്പൊ തോന്നും. അത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ കുറച്ച് ഒരു 4, അതെ, കിളിപോയ അവസ്ഥ സത്യം. അത് കഴിയുമ്പോഴത്തേക്കിനും ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞു. 3-4 മാസം കൂടെ കഴിഞ്ഞപ്പോ പിന്നെ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് നോക്കി. അവര് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചപ്പോ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു.
പിന്നെയാണോ നീ ഒരു പ്രാവശ്യം കൂടെ ഉപയോഗിച്ചാ? ഇതും കൂടെ ഉപയോഗിച്ചിട്ട് നീ ഉപയോഗിക്കാതിരുന്നാ മതി, ആരും അറിയാനൊന്നും പോകുന്നില്ല. അപ്പൊ അവൻ എന്താ ചിന്തിക്കുക, ഓ അത് ശരിയാ, കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചപ്പോ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല. അപ്പൊ പിന്നെന്താ, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അവൻ എന്ത് ചെയ്തു, അത് ട്രൈ ചെയ്തു. അപ്പൊ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നും അവൻ നോർമലായിട്ട് എഴുന്നേറ്റു. 10-12 മണിക്കൂർ കഴിഞ്ഞപ്പോ അവൻ നോർമലായി. അത് കഴിഞ്ഞ ഒരു 2-3 മാസം തന്നെ കഴിഞ്ഞ് അവർക്ക് എന്തോ ഒരു ടെൻഷൻ, ഭയങ്കര ടെൻഷൻ, ഒരു സമാധാനം ഇല്ല. ഇവൻ വിചാരിക്കും, ഓ എനിക്ക് അന്ന് അത് ഉപയോഗിച്ചപ്പം എന്ത് രസമായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് പിന്നെ അത് എങ്ങനെങ്കിലും ആ ഒരു സാധനം വാങ്ങിക്കാൻ നോക്കും. അങ്ങനെ വാങ്ങിച്ചു വരുമ്പോഴത്തേക്കിനും നമ്മൾ അത് ഉപയോഗിക്കും. അന്നൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോ പിന്നെ നമുക്ക് അത് ഇല്ലാതെ പറ്റാതെ വരും. അപ്പൊ നമ്മുടെ എനർജി, ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ 2 പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ ഈ എനർജി ഇത്രയും ആയിരുന്നെങ്കിൽ, നമ്മുടെ നോർമൽ എനർജി ഇതാണെങ്കിൽ, ഈ ഒരു കാര്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചാലും നമ്മുടെ ഈ എനർജി ഇതായിരിക്കും. ഈ എനർജി ഇത് കഴിയുമ്പോഴത്തേന് ഇത് താഴോട്ട് പോകും. മനസ്സിലായോ? ഈ എനർജി താഴോട്ട് പോകും. ഇത് ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ നോർമൽ എനർജിയിലേക്ക് വരും. അപ്പൊ അത് എന്തുകൊണ്ടും നമുക്ക് ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കിക്കേ. നമ്മുടെ ശരീരത്തെ അത് എത്രത്തോളം ആക്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇവർക്ക് പിന്നെ അവരുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. എഴുന്നേക്കാനോ ഒന്നിനും ഒരവസ്ഥ അവർക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് കത്തിയും കടാരയും ഇത് കിട്ടാതെ വരികയാണ്. ഇവരുടെ എനർജി പോവാണ്. ഇവര് കത്തിയും കടാരയും ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ തല്ലാനും കൊല്ലാനും കുത്താനും ഒക്കെ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോ നമ്മള് എന്താ പറയുക, അതൊക്കെയാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത്രയും കാര്യം അറിയാമായിരുന്നു. ഇപ്പൊ എനിക്ക് തന്നെ, ഞാൻ ഇത് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഞാൻ തന്നെ അറിയുന്നത് അപ്പോഴത്തന്നെയാ. അതാ പറയുന്നത്. അപ്പൊ ആ ഒരു സാധനത്തിന് അത്രത്തോളം നമ്മളെ അഡിക്ഷൻ ആക്കാനുള്ള എല്ലാ ഒരു കാര്യങ്ങളും ആ ഒരു സാധനത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മക്കളൊക്കെ മക്കളെന്ന് ആമക്കൾ മാത്രമല്ല കേട്ടോ, ഇപ്പൊ എത്രയോ പെൺകുട്ടികളാ. ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഈ ഒരു 2 മാസം മുന്നേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു എന്തോ പോലെയായിരുന്നു. ഒരു ഉമ്മ 4 വയസ്സുള്ളപ്പം, ആ മോന് 4 വയസ്സുള്ളപ്പോ അവരുടെ ബാപ്പ മരിച്ചതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഉമ്മ ആ മകനെ നന്നായിട്ട് പഠിപ്പിച്ച്, എനിക്ക് തോന്നുന്നു +1 +2 വരെയൊക്കെ ആക്കി. അത് കഴിയുമ്പം ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അതുവരെ ആ അമ്മയും മോനെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. അത് കഴിയുമ്പോഴത്തേനും ഇവൻ ഈ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും മാറ്റങ്ങൾ കാണാൻ തുടങ്ങി അവനിലെ മാറ്റങ്ങൾ. അപ്പൊ ഉമ്മ എല്ലാരെയും വിശ്വസിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യവും മോൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കും. അങ്ങനത്തെ ഒക്കെ ഒരുപാട് വിശ്വാസമായിരുന്നു മോന്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഈ വരുമ്പോ കഥ അടച്ചിരിക്കും. അവൻ കുറെ ഇങ്ങനെ ചേഞ്ചസ് ആയി. അവൻ പഴയ ആളെ അല്ലാതെ ആയിപ്പോയി. വീട്ടിൽ വരുന്നത് താമസിക്കുക, വരുമ്പോ ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല്, അങ്ങനെയൊക്കെ. അങ്ങനെ ഈ സ്മെല്ല് ഒക്കെ കണ്ടിട്ടാണ് എന്താ പറയാ, ആ അമ്മ ആ മോന്റെ റൂം തുറന്നു നോക്കി. അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ എന്താ സിറിഞ്ചും എന്ന് വേണ്ട. അമ്മ പറയാ അവർക്ക് അറിയത്തില്ല, അവരാ ഒരു വീടിനകത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പൊ അമ്മയും മോനും ഒരു റൂം അപ്പുറം ഇപ്പുറം കട്ടിലിട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോ ആ ഉമ്മാനെ അത് ഓർത്തോണം, അത്രയും വളർത്തി ആ ഉമ്മാനെ അവൻ കണ്ടെന്ന് മാത്രമല്ല അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. പല രീതിയിലും ഉപദ്രവിച്ചു. അവർക്ക് വയ്യായിരുന്നു. ആ ഇന്റർവ്യൂവില് അവര് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് ചോദിച്ചതാണ്, സാറേ ഇതൊക്കെ വെളിയിലേക്ക് വരുവോ? വെളി വരും, എനിക്ക് പറയാൻ പാടില്ല. അപ്പോഴും ആ ഉമ്മ എന്താ പറയുക, ആ മകൻ ഒരു ഇത് വരരുത് എന്നുള്ളതായിരിക്കണമല്ലോ അവരുടെ ചിന്ത. ആ മകൻ നാളെ അവർക്ക് തണലാകും എന്ന് കരുതിയിട്ടാണ് അവർ വേറൊരു കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾക്കും പോകാഞ്ഞതല്ലേ. ആ മകൻ
ഉമ്മാക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ. ആ മകൻ ആ ഉമ്മയെ വേറെ രീതിയിൽ യൂസ് ചെയ്യുമ്പം നോക്കി അത് കാണുമ്പോൾ നമ്മുടെ ചങ്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു എന്ന് തന്നെ പറയാം. കാരണം ഒരു 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 കുട്ടീനെ വളർത്തി പഠിപ്പിച്ച് അത്ര ലെവലിലാക്കണമെങ്കിൽ ഒരു പുരുഷൻ ഇല്ലാതെ സഹായിക്കാൻ ആരും ഇല്ലാതെ ആ ലെവലിലാക്കണമെങ്കിൽ ആ ഉമ്മയോട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? സത്യല്ലേ? അപ്പോ അങ്ങനെ ആ മകൻ മാറിപ്പോയി എന്നുള്ളതാണ് സത്യം. അമ്മ കണ്ണീര്. എന്നിട്ട് ആ ഉമ്മക്ക് ആ വീട്ടിൽ പേടിയാണ് ആ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഉമ്മ വേറെ അവരുടെ ഉമ്മാന്റെ വീട്ടിലാണ് തോന്നുന്നു പോയി ഇരിക്കുന്നത്. അവിടുന്ന് ആ ഇന്റർവ്യൂ എടുത്തിരുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കഴിഞ്ഞ മാസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരമ്മ മകനെ പിടിച്ചു കൊടുത്തത് ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? ഒരമ്മ, അതായത് കണ്ടു. അതാ ആ അമ്മയെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം കൈയടിച്ച ഒരു കാര്യമുണ്ട്. സ്വന്തം മകന് ഇങ്ങനെ ഒരു ഇതുകൊണ്ട് അവർക്ക് നേരത്തെ ഈ അച്ചക്കൻ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അത് അവരുടെ മുകളിലേക്കും കൂടെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. നാളെ അവരെ കൊല്ലും എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ആ അമ്മ പോലീസിനെ വിളിച്ചു, അവരുടെ പിടിച്ചു കൊടുത്തു. ആ അമ്മയ്ക്ക് ആ ഒരു ആഴ്ച ഫുള്ള് എല്ലാവരും അഭിനന്ദന പ്രവാഹമായിരുന്നു എന്നാ പറയുന്നേ. അപ്പോ അങ്ങനെയുള്ള അമ്മമാരും ഉണ്ട്. നമ്മൾ മറച്ചു വെക്കരുത്. നമ്മൾ മറച്ചു വെക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഓരോ കാര്യങ്ങളും നമ്മൾ മറച്ചു വെക്കും. നമ്മുടെ വീട്ടിൽ നടക്കുന്നതല്ലേ മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മൾ അത് ഒതുക്കി വെക്കും. പിന്നെ കഞ്ഞി പോയി കാടിയാകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, വേറെ എന്താ പറയുന്നത്, പതിയെ ഓരോരുത്തരും അറിയാൻ തുടങ്ങുന്നത്. കാരണം ആദ്യം അറിഞ്ഞാൽ നമ്മുടെ അഭിമാനം പോവല്ലോ എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു മയക്കുമരുന്ന് ഒരാളില് പ്രവർത്തിക്കുക, ആധിപത്യം സ്ഥാപിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സീക്രസി. അവർക്ക് കഥ കടച്ചിരിക്കണം. അവർക്ക് വേറെ ഒന്നും വേണ്ട. അച്ഛനോടും അമ്മയോടും ഒക്കെ മിണ്ടണം എന്നുള്ള ഒരു ഇതുണ്ട്, മനസ്സിലായോ? അച്ഛനോടും അമ്മയോടും മിണ്ടണം, പക്ഷെ അവർക്ക് മിണ്ടാൻ വയ്യ. അവർക്ക് എപ്പോഴും കഥ കടച്ചൊരിടത്തിരിക്കണം. അതാണ് അവർക്ക് കഥ, അവരുടെ ആ ഒരു ലോകം. അതിൽ നിന്ന് വെളിയിലേക്ക് അവർ വരത്തില്ല, മനസ്സിലായോ? അത് അങ്ങനെയാണ് അവരുടെ ആ ഒരു ലക്ഷണം. അപ്പം നമ്മള് എപ്പോഴും ഒരു പെണ്ണായാലും ശരി ആണായാലും ശരി അവരുടെ മാറ്റം, ബിഹേവിയറിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് ശ്രദ്ധിക്കണം. ഈ വന്ന കാലം അങ്ങനെയാണ്. നമ്മൾ എത്ര മക്കളെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. വിശ്വസിക്കല്ലെന്നല്ല, ഓരോരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു തരാം. നമുക്കൊരു സ്പേസ് അവർക്ക് കൊടുക്കാതെ നമ്മൾ അവരെ വളർത്തുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അത് ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അത് നമ്മൾ എത്ര നന്നായിട്ട് വളർത്തിയവരായാലും, നമ്മൾ എത്ര നല്ല മക്കളായാലും ശരി, എപ്പോഴും അത് ഇപ്പോഴാണെങ്കിലും അമ്മമാര് ശ്രദ്ധിച്ചോളുക. എപ്പോ ആണെങ്കിലും നമ്മുടെ മക്കളുടെ മുകളിൽ ഒരു കണ്ണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, അതെങ്ങനെയായാലും. ഓക്കെ. രണ്ടാമത്തത് ഫിസിക്കൽ സിംറ്റംസ് ആണ്. അത് ഇതൊക്കെ ഉപയോഗിക്കുന്നവരുടെ കണ്ണ് ഒക്കെ വീർത്ത് വരും. കണ്ണുതളങ്ങളൊക്കെ വീർത്ത് ചുമന്നൊക്കെ ഇരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിനും. പിന്നെ ഇതിനൊക്കെ മണം ഉണ്ടെങ്കിൽ അറിയാതെ പല ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂംസ് ഒക്കെ അവര് യൂസ് ചെയ്യും. ചിലപ്പോ അന്ന് വരെ പെർഫ്യൂം യൂസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും ഇപ്പം കൊണ്ട് പെർഫ്യൂം യൂസ് ചെയ്യുന്നത്, മനസ്സിലായോ? പിന്നെ ഫിനാൻഷ്യൽ ബിഹേവിയർ ചേഞ്ചസ്. ക്യാഷ് എത്ര കൊടുത്താലും മതിയാവത്തില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവർ വാങ്ങിക്കും. അവന് കൊടുക്കാനുണ്ട്, ഇവന് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഹലോ ഇങ്ങോട്ടാണോ, അവന് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ ഫീസ് കൊടുക്കാൻ വിട്ടു കഴിഞ്ഞാൽ അത് കൊടുക്കത്തില്ല. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെങ്കിലുമൊക്കെ കാശ് വാങ്ങിച്ചോണ്ടിരിക്കും. പ്രത്യേകിച്ച് അമ്മമാരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുമല്ലോ. അതാണല്ലോ സാധാരണ അമ്മമാരുടെ ആ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. അതെന്താണെന്ന് അറിയാവോ?
പല കുട്ടികൾക്കും പല ആക്ടിവിറ്റീസും ഉണ്ടാവും അല്ലേ? പല ആക്ടിവിറ്റീസും പല കുട്ടികൾക്കും ഉണ്ടാകും. ചിലവർക്ക് ഇതിനായിരിക്കും, നീന്താനായിരിക്കും, ചിലർക്ക് സ്പോർട്സിലായിരിക്കും, ചിലർക്ക് വരയ്ക്കാനായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ചില ഓരോരുത്തരുടെ കഴിവുകൾ അല്ലേ? അപ്പോ ഇതിലൊന്നും ഇവര് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവരെ കാണാതാകുകയാണ്. ഇതിനൊന്നും ഇവർക്ക് താല്പര്യമില്ല. ഇതിലൊന്നും ഇല്ലാതെ ഇവരുടേതായ ആ ഒരു ലോകത്ത് ചുരുങ്ങുന്നു. അതാണ് സത്യം. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ന്യൂ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ മക്കളുടെ ഒരു പ്രായം വരെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ? ഇവർക്ക് നമ്മളൊന്നും കാണാത്ത ഫ്രണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളൊന്നും അവരെ അറിയത്ത് പോലും ഇല്ലായിരിക്കും, കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. ആരാ ഇത്, അല്ലെങ്കിൽ ആരാടി ഇത്, ആരാടാ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് പിന്നെ അതിന് പല ന്യായങ്ങളായിരിക്കും നിർത്തുക അല്ലേ? അപ്പോ അങ്ങനെ പുതിയ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും നമ്മൾ ഈ ഫ്രണ്ട് സർക്കിളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു എന്താ പറയാ, ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ആണെങ്കിലും എടാ മോളെ നിന്റെ ഫ്രണ്ട്സിനെ, അല്ലെ മോളെ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിക്കും, നമുക്കൊരു പാർട്ടിയൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ഗെറ്റ് ടുഗദർ മാതിരിയൊക്കെ വെക്കാം എന്നൊക്കെ ഉള്ള ഒരു രീതിക്ക് അവരെയൊക്കെ ഒന്ന് വിളിച്ച് നിങ്ങളും പരിചയപ്പെടുക. അതാ പറയാനുള്ളത്. നിങ്ങളും പരിചയപ്പെടുക. അപ്പൊ നമുക്ക് കാണാമല്ലോ അവരുടെ ഫ്രണ്ട്സ് ഏതൊക്കെയാണ്. ഇപ്പൊ നാളെ വേറൊരു ഫ്രണ്ടിന്റെ കൂടെ കണ്ടാൽ പോലും നമുക്ക് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറ്റുമല്ലേ? അപ്പൊ അതൊക്കെ നമ്മളൊന്ന് നോക്കുക. പിന്നെ ഉള്ളത് എന്താണ്, അവര് പറയും എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടോ, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാവോ. അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനേ ഇഷ്ടം. അവരവരുടേതായ ലോകം തീർക്കുവാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഒറ്റയ്ക്ക് വിടാൻ ആവശ്യപ്പെടും. അതേപോലെ തന്നെ മൂക്കൊലിപ്പ്, എന്താ പറയാ, ചുമ, ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ ചില പിള്ളേർക്കൊക്കെ എപ്പോഴും ഉണ്ടാകും കേട്ടോ. ഇതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ചുമ്മാ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുക, ഒരു കാര്യവും കാണത്തില്ല, ചുമ്മാ വഴക്കുണ്ടാക്കുക തന്നെ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകാം. പിന്നെ എന്താ പറയാ, എപ്പോഴും ഉറക്കമൊക്കെ ആയിരിക്കും. ഈ ക്ലാസ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് കുട്ടികളങ്ങ് അവർക്ക് ക്ഷീണമാ, അവർക്ക് എപ്പം നോക്കിയാലും ഉറക്കവും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്റെ സ്ക്രീൻ ഓക്കെ അല്ലേ? ഒന്ന് പറയോ? ആ, ഓക്കെ. ഇനി നമ്മൾ പത്രവും ഇതൊക്കെ തുറക്കുമ്പോഴത്തേനും കാണുന്ന അല്ലേ വാർത്ത എന്താ? MDMA പിടിച്ചു, അവിടുന്ന് ഇത്ര MDMA പിടിച്ചു, അല്ലെങ്കിൽ ഇവൻ MDMAക്ക് അടിമയാണെന്ന് പറയുന്നു. എന്താണ് MDMA? നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സാധനം എന്താണെന്ന് അറിയാവോ? അതിന്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കൊള്ളാത്ത പേരാ. ഫുൾ നെയിം ഒക്കെ പറയാൻ വേണ്ടിയിട്ട് മീഥൈൽ ഡയോക്സി മെഥാംഫെറ്റമിൻ, അതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു രാസവസ്തുവാണ്, ഒരു രാസലഹരിയാണെന്നുള്ളതാ. ഇതെങ്ങനെയാണ്, ഇതെന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്തായാലും നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ. നമ്മൾ കേൾവി മാത്രമേ ഉള്ളൂ, ഇതെന്താ സംഭവം നമുക്കറിയത്തില്ല. അപ്പൊ അറിഞ്ഞിരിക്കാം. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു അപകടകാരിയായിട്ടുള്ള ഒരു ലഹരി മരുന്നാണ്. ഇത് സിന്തറ്റിക് ഡ്രഗ് ആണ്. ഇത് പല 2-3 പേരില് അറിയപ്പെടുന്നുണ്ട്. മോളി എക്സും എക്സ്റ്റസീന്നും പറഞ്ഞ് MDMA. ഇപ്പൊ MDMA ആണ് ഇപ്പൊ എല്ലാരും അതിനെ പറയാറ്. എന്നാലും ചില കോഡ് ഒക്കെ നമ്മുടെ മക്കൾ ഇങ്ങനെ പറയാം, മോളി എക്സ്, എക്സ്റ്റസി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവോ? അറിയത്തില്ലല്ലേ. ഇപ്പൊ MDMA എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയായിരിക്കും. അപ്പൊ ഇങ്ങനെ പല വിളിപ്പേരുകളൊക്കെ ഇതില് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ DJ പാർട്ടികളിൽ പങ്കെടുക്കുന്ന ആൾക്കാര് ഏറ്റവും കൂടുതൽ മറ്റ് ലഹരി മരുന്നിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു MDMA എന്ന് പറയുന്നത്. ഇത് നൃത്ത പരിപാടികള്, സംഗീത പരിപാടികളിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഇവരിതൊക്കെ ഉപയോഗിക്കും. അതെന്നാത്തിനറിയോ? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 10-12 മണിക്കൂർ ഇവർക്ക്
അതിന്റെ കിക്ക് കിട്ടും. ഇവര് ഈ സ്പ്രിങ് പോലെ കിടന്ന് ആടുകയും പാടുകയും ഒക്കെ ചെയ്യും, അങ്ങനെ ചെയ്യും. അപ്പോ ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കഞ്ചാവ്, ഹെറോയിൻ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? അതൊക്കെ ഈ ചെടികളിൽ നിന്ന് എടുക്കുന്നതാണ്. ചെടികളിൽ നിന്ന് എടുക്കുന്ന ഒരു ലഹരിയാണെങ്കിൽ ഈ MDMA എന്ന് പറയുന്നത് എന്താ? ഇടയ്ക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഞാനപ്പോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട് കേട്ടോ മാം. ഈ MDMA എന്ന് പറഞ്ഞു പല രാസവസ്തുക്കളും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കൃത്രിമമായ മയക്കുമരുന്നാണ് ഈ MDMA എന്ന് പറയുന്നത്. ഇത് 1912 ജർമ്മനിയില് ശാസ്ത്രജ്ഞന്മാര് നമുക്ക് ബ്ലീഡിങ് ഉണ്ടല്ലോ, രക്തസ്രാവം, അത് നിൽക്കാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല മരുന്നുകൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഈ MDMA എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ദൂഷ്യവശം ആദ്യകാലങ്ങളിലൊക്കെ ഇത് രോഗികളിൽ പരീക്ഷിക്കാം എന്നൊക്കെ വിചാരിച്ചു എന്നുണ്ടെങ്കിലും ഇതിന്റെ അപകട സാധ്യത മനസ്സിലാക്കി അവരത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. 1960-കളില് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഹിപ്പിസ്, അതായത് യുവജന പ്രതിഷേധം നടന്ന സമയത്ത് ഇവര് മറ്റു മയക്കുമരുന്നുകളുടെ കൂടെ ഇതും യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് വ്യാപകമായിട്ട് അവിടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ വേണമെങ്കിലും അതിനെ രൂപമാറ്റം ചെയ്യാം. ദ്രാവക രൂപത്തിലായാലും ക്രിസ്റ്റൽ രൂപത്തിലായാലും പുകയ്ക്കാനോ എങ്ങനെ വേണമെങ്കിലും ഇതിനെ എന്ത് ചെയ്യാം, രൂപമാറ്റം ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ലഹരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ഇത് ഉണ്ടാക്കാൻ ചെലവ് വളരെ കുറവാണെങ്കിലും ഇത് വിപണിയിൽ മാർക്കറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് ലക്ഷങ്ങളാണ് ഇതിന്റെ വില. ഓർത്തോ, ലക്ഷങ്ങളാണ് ഇതിന്റെ വില. നമ്മുടെ ഇപ്പം പറയാറില്ലേ, സ്കൂളിലും കോളേജുകളിലും ഒക്കെ ഇപ്പം ആദ്യമേ അവരൊരു ചെറിയൊരു എമൗണ്ടിനായിരിക്കും, ചെറിയൊരു വിലക്കായിരിക്കും കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾ അഡിക്റ്റ് ആയി തുടങ്ങുന്ന സമയം എന്തായാലും അവർക്കറിയാം. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും, പടിപടിയായിട്ട് അതിന്റെ വില ഉയർത്തിക്കൊണ്ട് വരും. അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന 1 രൂപ 2 രൂപ അതൊന്നും പറ്റാതെ വരുന്നതും നിറയെ 100, 200, 300, 400, 5000, 6000 ഒക്കെ വാങ്ങിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് അവര് ഓരോ കള്ളങ്ങൾ പറയുന്നതും അതുകൊണ്ടാണ്. ആദ്യമേ കുട്ടികളെ അതിൽ ആകർഷിപ്പിക്കുക, അവരെ അഡിക്റ്റ് ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുക, ഇതിന്റെ വില കൂട്ടുക. അപ്പൊ ഏജന്റുമാർക്ക് എന്ത് ചെയ്യും, അവർക്ക് ആരുടെയോ മക്കളുടെ ഭാവി അല്ലേ, ആരുടെയോ മക്കള്, എനിക്ക് പൈസ കിട്ടിയാൽ മതി, എനിക്ക് ജീവിക്കണം. പക്ഷെ അവര് ചിലപ്പോ ഇത് ഉപയോഗിക്കുന്നുണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ മക്കളുടെ ഭാവി പൊയ്ക്കോട്ടെ, എന്നാലും എനിക്ക് പൈസ കിട്ടും. നാളെ സമൂഹത്തിനൊരു ആപത്ത് ഇവരെ കൊണ്ട് ഉണ്ടാകരുത് എന്ന് അവർ വിചാരിക്കത്തില്ല. സ്വന്തം അപ്പനെയും അമ്മയും നാളെ കൊല്ലരുത് എന്ന് അവർ വിചാരിക്കുന്നില്ല. അവരുടെ ആ ഒരു ക്യാഷ്, ഇപ്പൊ എല്ലാത്തിലും ക്യാഷ് ആണല്ലോ, എല്ലാവരുടെയും വിചാരം ഇപ്പൊ ക്യാഷ് ആണ് മുഖ്യം, ക്യാഷ് വേണം ജീവിക്കാൻ, സത്യമാ. പക്ഷെ ഇത് ഒരാളെ നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത് അല്ലെ ഒരാളെ സമ്പാദിക്കുന്നത്. അപ്പോ ഇങ്ങനെയാണ് ഇവരെന്താ ഈ കച്ചവടം നടത്തുന്ന കുട്ടികൾക്ക് അത്ര വലിയ ചിന്തിക്കാൻ ആ സമയത്ത് കാരണം നമ്മൾ വീട്ടിൽ നിന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയി. ഇപ്പൊ ഒരു നല്ലൊരു കടലാസില് അല്ലേ, മുട്ടായി കടലാസ്, അത് നന്നായിട്ട് പൊതിഞ്ഞ് അത് ഒന്ന് കൊടുത്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ആ മക്കൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കും അല്ലേ, തീർച്ചയായിട്ടും. അത് എന്താ പറയുക, അതങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഒരിക്കലും നമ്മള് വിടാറില്ല അല്ലേ. അപ്പോ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ 1970-കളിലാണ് ഇന്ത്യയിൽ പല മയക്കുമരുന്നുകളുടെ കൂടെ ഈ MDMA എന്ന് പറയുന്ന സാധനം വന്നു തുടങ്ങിയത്. കേരളത്തില് ഒരു 15 വർഷമായി ഇതിന്റെ വ്യാപനം തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നത് കോവിഡ് ആ സമയം മുതൽ വന്നതിന് ശേഷം ഇത് കൂടുതൽ സ്കൂൾ കുട്ടികളിലേക്കും കോളേജുകളിലേക്കും വ്യാപിച്ചത് ആ കോവിഡ് വന്നതിന് ശേഷമാണ്. അപ്പം ഇത് നമുക്ക് ഏത് രൂപത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് വീട്ടിലിരിക്കുന്ന നമുക്കറിയത്തില്ല, ഉപയോഗിക്കുന്നവർക്കറിയാം ഇത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അവർക്കറിയാം. ഇത്
ഇവര് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇവര് നാക്കിനടിയിൽ വെക്കും, പിന്നെ കണ്ണിന്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചിലരത് പുകയ്ക്കും, ആ പുക ശ്വസിക്കും. ചിലര് മലദ്വാരത്തിൽ വെക്കും, ചിലര് വജൈനയിൽ വെക്കും. എവിടെയായാലും ഇത് പെട്ടെന്നാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് പെട്ടെന്ന് ഇത് കേറും. മൈക്കൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ ഇത് പെട്ടെന്നാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കയറി, ഏകദേശം ഒരു അരമണിക്കൂർ മാക്സിമം പോയാൽ അത്രേ ഉള്ളൂ. അപ്പോ നമുക്കിപ്പോ ഞാനിവിടെ എന്റെ ലൈറ്റ് നോക്കുവാണേ, ഇവിടെ ലൈറ്റ് നമുക്ക് നോർമൽ ആയിട്ട് വെട്ടം കാണും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത് ഭയങ്കര വെട്ടമായിരിക്കും. ഈ ലൈറ്റ് അവര് കാണുന്ന കാഴ്ചയെ പാടെ മാറും. അതുകൊണ്ടാണല്ലോ സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്തത് അവർക്കല്ലേ. അപ്പൊ അവരുടെ കാഴ്ചപ്പാടുകൾ തന്നെ അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ ഇവര് വേറെ ലോകത്താ പറക്കുക. ഈ ലോകത്തു നിന്ന് അവരെ ആ ലോകത്തിലേക്ക് എടുത്തു വെച്ചു. ഇവര് ഇത് ഉപയോഗിക്കുന്ന ഭയങ്കര സമാധാനം, സന്തോഷം. എയറിലാണ് സത്യ. സന്തോഷം, സമാധാനം, ഇതൊക്കെയാണ് ഇവർക്ക് അപ്പോ എന്നാ പറയുന്നത്. അപ്പോ ഇവരെന്ത് ചെയ്യും? കാണുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, ഇതൊക്കെ എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവർ. ഉന്മാദത്തിലാണോ, അത് സന്തോഷത്തിലാണോ, സങ്കടത്തിലാണോ, ഇതൊന്നും ഇവർക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാല് ഈ തലച്ചോറ്, നമ്മുടെ തലച്ചോറിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു 25 ഇയർ വരെ ഉണ്ടാവും. നമ്മുടെ ഈ തലച്ചോറില് നമുക്ക് ഇമോഷൻസ് തരുന്ന കുറെ ഹോർമോൺസ് ഉണ്ട് അല്ലെ. സന്തോഷം തരുന്ന ഹോർമോൺസ് ഉണ്ട്, അങ്ങനെ കുറെ ഹോർമോൺസ് ഉണ്ട് അല്ലെ. സെറോട്ടോണിൻ പോലുള്ള ഹോർമോൺസ് ഉണ്ട്. ഈ പ്രവർത്തനം ഉണ്ടല്ലോ, ഈ പെട്ടെന്ന് ഈ ഒരു ലഹരി ഏറ്റെടുക്കുക. അപ്പൊ പിന്നെ നമ്മുടെ തലച്ചോറ് നോർമലി പ്രവർത്തിക്കുവോ? പ്രവർത്തിക്കത്തില്ലല്ലേ. ഇത് തലച്ചോറ് തന്നെ അങ്ങ് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. അതേപോലെ തന്നെ എന്താ, നമുക്ക് നാഡികളൊക്കെ വലിഞ്ഞു മുറുകും, റിലാക്സ് ആകും. അതേപോലെ തന്നെ ശ്വാസമൊക്കെ വളരെ വേഗത്തിലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എനർജി ആയിരിക്കും എന്നാ പറയുന്നത്. ഭയങ്കര എനർജി ആയിരിക്കും. അതേപോലെ തന്നെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. മൈക്കൊന്ന് ശ്രദ്ധിക്കും മാം, മൈക്കൊന്ന് പ്ലീസ് പ്ലീസ് പ്ലീസ്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ ഇടയ്ക്ക് അങ്ങനെ വരുമ്പോ ഒരു ഇതാണ്. അപ്പം ഈ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഭയങ്കര ചൂടും വിയർപ്പും ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യും. പിന്നെ പാട്ടുകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിങ് പോലെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എയറിലായി ഇവര് എന്താ സന്തോഷിക്കുക. അവരറിയുന്നില്ല ഇവിടെ ഞാൻ നാളെ മരണത്തിലേക്കാ പോകുന്നത്. അവരത് അറിയുന്നില്ല. അപ്പോഴത്തെ സന്തോഷം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാം അപ്പപ്പോ ആണല്ലോ. പിന്നെ ആരും നാളെ ഞാൻ ജീവിച്ചിരിക്കുവോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒക്കെ ചിന്ത. അങ്ങനൊന്നും അല്ല. നമ്മള് നോക്കുന്നത് പോലെ ഇരിക്കും. പിന്നെ ദൈവം ഉള്ള ഒരാളുണ്ടല്ലേ, ജനിച്ചാൽ എപ്പം മരിക്കണമെന്ന് അവർക്കും അറിയാം. അപ്പൊ നമ്മളായിട്ട് നമ്മുടെ ഹെൽത്ത് ഒരിക്കലും നമ്മൾ കളയാൻ വേണ്ടിയിട്ട് ഒരാളും ശ്രമിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ, ഇത് ഒരു 10-12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു ലഹരിയില്ലേ, ഈ MDMA എന്ന് പറയുന്ന അത് ചേർത്തുള്ള ലഹരിയൊക്കെ നമ്മുടെ ശരീരം പുറന്തള്ളാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും. അതിന്റെ ആ ഒരു കിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴത്തേന് ഇവര് ഫുള്ള് ഡിപ്രസ് ആയി പോകും. മനസ്സിലായോ? അവർക്ക് പിന്നെ വയ്യ, ഒന്നിനും വയ്യ. ഇങ്ങനെ മൂകതയെ അടിച്ച് ഡിപ്രഷനും അടിച്ച് അവിടെ ഇരിക്കും. പിന്നെ എന്ത് വേണം അവർക്ക്? പിന്നെ ഒന്ന് നേരെ നിൽക്കണമെങ്കിൽ ഇതില്ലാതെ അവർക്ക് പറ്റത്തില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവർക്കൊക്കെ സന്തോഷമാണെങ്കിൽ അവരുടെ എക്സ്ട്രീം ലെവലായിരിക്കും അവരുടെ സന്തോഷം. സങ്കടമാണെങ്കിലും അത് അങ്ങനെ തന്നെ. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കയ്യിലിരിക്കുന്ന എല്ലാം എടുത്തു കൊടുക്കും എന്നൊക്കെയാ പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ദേഷ്യമാണെങ്കിലും എക്സ്ട്രീം. അങ്ങനെ എക്സ്ട്രീം ആയി കഴിയുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുക? വടിവാളും കടാരയും കത്തിയും ഒക്കെ ആയിട്ട് ഇവരെന്ത് ചെയ്യുക? വരിക. അപ്പൊ ഇവര് വിചാരിക്കുന്നില്ല ഇത് ഇവരുടെ ശരീരത്തിൽ എന്ത് ദൂഷ്യഫലങ്ങളാ ചെയ്യുന്നതെന്ന്. അവരറിയുന്നില്ല. അവര് അപ്പോഴത്തെ ആ സന്തോഷം മാത്രം നോക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഫിക്സ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ തലച്ചോറിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്.
സോഡിയത്തിന്റെ അളവ് കാരണം കുറയും. അളവ് കുറയുമ്പോ എന്താവും? ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ ബോധം, പിന്നെ വൃക്കകള്, അല്ല നാഡികൾ, ഇതിനെയൊക്കെ എന്താ പല രീതികളിലും ഇത് ബാധിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഇതിന് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നേരെ നിന്നേനെ എന്നുള്ള ഒരു അവസ്ഥ അവർക്ക് തോന്നും. മരണത്തിലേക്ക് വരെ ഇതിനെ നയിക്കാം. ഇപ്പം നമ്മൾ പല പത്രങ്ങളിലും കാണുന്നുണ്ട് അല്ലെ, ചെറിയ ചെറിയ പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്? ആരും ചിന്തിക്കത്തില്ല. നമുക്കറിയത്തില്ല എന്തുകൊണ്ട് ആത്മഹത്യ. പക്ഷെ മിക്ക കേസുകളുടെ പുറകിലും ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ തന്നെയാണ്. ഭീഷണി. ഇവര് അറിയത്തില്ലല്ലോ ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നത്. പെൺകുട്ടികളാണെങ്കിലും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അറിയുന്നില്ല ഇത് കഴിഞ്ഞ ഇവര് ആ സമയത്ത് ഇവരെന്താ ചെയ്യുന്നേ, പറയുന്നേ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ ആൾക്കാർ കാണും. അങ്ങനെ പല പല കാര്യങ്ങളും കാണും. ലാസ്റ്റ് ബ്ലാക്ക് മെയിലായി. പിന്നെ എന്താ, ഒരു കഷ്ണം കയറിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വിഷത്തിലോ അല്ലെങ്കിൽ കൈ മുറിച്ചോ ഒക്കെ ചാവേണ്ട ഒരവസ്ഥ ഈ കുഞ്ഞ പ്രായത്തിൽ തന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മള് ഓർത്തേ, നമ്മുടെ ഒരു പോക്ക് ഇങ്ങനെ പോയ ന്യൂ ജനറേഷനൊക്കെ എത്രത്തോളം അവരുടെ ആയസ് അവരായിട്ട് തന്നെ കുറയ്ക്കുന്ന ഒരവസ്ഥയല്ലേ ആ വരുന്നത്. സത്യമായിട്ടുമാണ് അവർ തന്നെ നശിക്കുകയാണ്. പിന്നെ ഉണ്ട്, ഒരാൾക്ക് ഒരു സാധനം വേണ്ട എന്ന് വെച്ചാൽ അത് വേണ്ട, വേണം എന്ന് വെച്ചാൽ അത് വേണം അല്ലേ. അങ്ങനെയോ ഉണ്ട്. പക്ഷെ ഇപ്പൊ കൂട്ടുകെട്ടുകൾ, ഇപ്പം ഒത്തിരി മെസ്സേജുകൾ വന്നല്ലേ, കൂട്ടുകെട്ടുകൾ ഇതിന് പ്രധാന ഒരു ഘടകം തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നോക്കാം. ഒരു കുട്ടി ഒരു ലഹരിക്ക് അടിമയാണെന്ന് കണ്ടാല് പ്രധാനമായിട്ടും താങ്ക് യു മാം, പ്രധാനമായിട്ടും എന്താ, സമൂഹം ഒറ്റപ്പെടുത്തും, കുടുംബം ഒറ്റപ്പെടുത്തും, അതേപോലെ തന്നെ ബന്ധുക്കാർ എന്ന് വേണ്ട. അവൻ ചിലപ്പോ അന്ന് ഒരു തെറ്റായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചു. അത് പക്ഷെ നമ്മുടെ മൈൻഡിൽ പോകത്തില്ല. അമ്മമാരും അച്ഛന്മാരും ഒക്കെ അല്ലേ നമ്മുടെ മൈൻഡിൽ പോകത്തില്ലോ, നമ്മുടെ മകനല്ലേ മകൾ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു രീതിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച നമ്മൾ വെളിയിൽ മിണ്ടത്തില്ല. കാരണം എന്താ, അഭിമാനം അല്ലേ. നമുക്ക് അഭിമാനം നമ്മുടെ കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനം എവിടെ പോവും? നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആ കുട്ടീനെ ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിടുന്ന അവസ്ഥ. അപ്പോഴും അവർക്ക് കിട്ടുന്ന എന്താണെന്ന് ഓർത്തോണം. അവരാ ഒരു റൂമിനുള്ളിൽ കിടന്ന് ഇത് ചെയ്യുക, ഭയങ്കരമായിട്ട് വെപ്രാളം കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ ഈ വീട്ടുകാർ കാണുന്നുണ്ട്. പക്ഷെ അത് വെളിയിൽ മിണ്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അവർ വെളിയിൽ മിണ്ടുന്നില്ല. പിന്നെ അതിന്റെ അവസാനം എത്തിക്കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിൽക്കാതാകുമ്പോഴാണ് അവരെന്ത് ചെയ്യുക, ഒരു പോലീസിനെ വിളിക്കുക, ഒരു സെന്ററിൽ ഒരു ചികിത്സയ്ക്ക് കൊണ്ടുപോവുക, ഇതൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താ, നാട്ടുകാരറിയത്തില്ലേ, വീട്ടുകാരറിയത്തില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അറിയിക്കുന്ന ആൾക്കാരാ. ഒരാളറിഞ്ഞാൽ ലോകം അറിയത്തില്ലേ, നാടറിയത്തില്ലേ അല്ലേ. അപ്പോ അന്ന് നമ്മൾ ആ ഒരു അഭിമാന പ്രശ്നം കാരണം മിണ്ടിയില്ല. ഇന്ന് ആ കുട്ടി അതിനും കൂടെ എന്തായി, ആകെ ഇതായിപ്പോയി, ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി. പിന്നെ ആ കുട്ടീനെ കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. ആ കുട്ടീനെ പോയിക്കൊണ്ടുവരാൻ. അപ്പൊ ആദ്യമേ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടീനെ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ യോഗ, പ്രാണായാമം അങ്ങനെ പോലെയുള്ള ചികിത്സകളും ഇതിന് ഉപകരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അവർ ഏത് ലഹരിയാണോ ഉപയോഗിക്കുന്നത് ആ ലഹരിയുടെ ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ടാണ്. അതെ, സ്കൂളുകളിലും ഒക്കെ അതാ പറയുക, സ്കൂളുകളും ശ്രദ്ധിക്കണം, സമൂഹവും ശ്രദ്ധിക്കണം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളും ശ്രദ്ധിക്കണം. അപ്പോ എന്താ പറയുക, അതിന്റെ ഇടയ്ക്ക് ആ കമന്റ് വാങ്ങിക്കാൻ പോയതാണ്. അപ്പൊ നമ്മൾ എന്താ, ഈ ഒരു ലഹരി തന്നെ അവർക്ക് ഡോസ് കൊടുത്ത് ഇപ്പം കുടിക്കുന്ന ആൾക്കാരെ പറയുന്ന കേട്ടിട്ടില്ലേ നമ്മള്, കുടിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കുടി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കള്ളു കുടിക്കുന്ന ആൾക്കാർക്ക് അല്ലെ, അതിനെ പതിയെ ആണ് അവർ കുറച്ച് കൊണ്ടുവരുന്നത്.
ഒറ്റയടിക്ക് കുറച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഹാർട്ട് അറ്റാക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് പറ്റത്തില്ല. പിന്നെ ചിലർക്ക് ഇതില്ലാതെ കൈവിറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോ അങ്ങനെയെങ്കിൽ പതിയെ 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 അവര് കുറച്ചു കൊണ്ടുവരും. പിന്നെ സ്വയം മനസ്സ് തോന്നി നിർത്തുന്ന ആൾക്കാരും ഉണ്ടല്ലേ. പിന്നെ ഇതിന്റെ ഉപയോഗം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പൊ ഒരു മാം മെസ്സേജ് അയച്ചതുപോലെ, ഇത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വം ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. ഇപ്പം ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ വിട്ടു. അപ്പോ ഈ പഠിപ്പിക്കേണ്ടതും കുട്ടി പഠിക്കേണ്ടതും അധ്യാപകരുടെ ഉത്തരവാദിത്വം ആണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടി പഠിക്കുവോ? നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? വീട്ടിൽ വന്നാൽ ആ കുട്ടീനെ പഠിപ്പിക്കണ്ടേ? വേണ്ടേ? അപ്പോ എല്ലാം ഒരാളുടെ ഒരു ഒരു അധ്യാപകന്റെയോ ഒരു സർക്കാരിന്റെയോ തലയിൽ ഇടാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ കേസുകൾ ഒരിക്കലും നമുക്ക് ഒരാളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ വേണം അതിനെ നിയന്ത്രിക്കണമെങ്കിൽ. ഇപ്പൊ ഒരു വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും വല്യമ്മയും വല്യച്ഛനും എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാൽ മാത്രമാണ് ആ കുട്ടീനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ലഹരി വിൽക്കുന്ന ഇടവഴികള്, പിന്നെ പുതിയ കൂട്ടുകാരുടെ കൂടൊക്കെ മക്കളെ കണ്ടാല് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എന്താ പറയുന്നേ, നമ്മുടെ പ്രായത്തിൽ കവിഞ്ഞ വലിയ വലിയ ആൾക്കാരുമായിട്ട് കൂട്ടുകെട്ടുകളുണ്ടോ, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതേപോലെ തന്നെ ഇവരെവിടെയാണ്, ഇപ്പൊ വീട്ടിൽ കയറി വരുമ്പോഴാണെങ്കിൽ ഇവരെവിടെയായിരുന്നു ഇത്രയും നേരം, എവിടെയാണ് സമയം ചെലവിടുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചില സമയം അവര് ചിലപ്പം വേറെ അവരുടെ പഠിക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പം നമുക്ക് പെട്ടെന്ന് അവരോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ എവിടെയായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ നമ്മളായിട്ട് തന്നെ അതൊന്ന് എന്താ പറയുന്നത്, ഇത് ചെയ്യുക. അവരെ എപ്പോഴും അവർ പോകുന്ന സ്ഥലമായാലും വരുന്ന സമയമായാലും കൂട്ടുന്ന കൂട്ടായാലും ഇതൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അതേപോലെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇതില് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാവോ? എന്താണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിനാരെങ്കിലും മൈക്ക് ഇത് ചെയ്തിട്ട് ഉത്തരം പറയണം. ഇപ്പോ എന്താ പറയാ, നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകള് എല്ലാ കാര്യങ്ങളും പറയുന്നത് ആരോടായിരിക്കും? നിങ്ങൾ അച്ഛനോടായിരിക്കുവോ, അമ്മയോടായിരിക്കും, അല്ലെ ഉമ്മയോടായിരിക്കുവോ, ബാപ്പയോടായിരിക്കുവോ? ആരോടായിരിക്കും എന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? രണ്ടുപേരോടും പറയാറുണ്ട്. പൊതുവെ രണ്ടുപേരോടും പറയാറുണ്ട്. ആൺകുട്ടികള് അച്ഛനോടും ഉമ്മയോടും പറയാറുണ്ട് എല്ലാ കാര്യവും. പറയാറുണ്ട്. നല്ല കാര്യം. നമ്മുടെ അതൊക്കെ നമ്മുടെ ചിലപ്പം ശരിയായിരിക്കാം. പക്ഷേ മിക്കവാറും അവന്റെ കാര്യങ്ങൾ പറയുന്ന ആരോടായിരിക്കും എന്നറിയാമോ? അവന്റെ കൂട്ടുകാരനോടായിരിക്കും. അവൻ കൂട്ടുകാരനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? അതെന്തുകൊണ്ടാണെന്ന്? അവര് ടൈം കൊടുക്കും. അവര് സഞ്ജയനോട് കൂട്ടുകാരോടാണ് പറയുന്നത്. അതെ, അവര് കൂട്ടുകാരോടായിരിക്കും പറയുന്നത്, അല്ലെ അവര് കൂട്ടുകാരോടായിരിക്കും അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ പറയുന്ന കൂട്ടുകാരനോടായിരിക്കും. അവൻ പറയുന്ന വാക്കുകളായിരിക്കും അവൻ കേൾക്കുന്നത്, അവരെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മള് മാതാപിതാക്കൾ ഫസ്റ്റ് ആരാകണം? നല്ല ഫ്രണ്ട് ആകണം. അത് തന്നെ, വെരി ഗുഡ്. നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആകണം. അതാണ് വേണ്ടത്. ആദ്യമേ അവരെ അങ്ങനെയാക്കി വളർത്തുക. അങ്ങനെ ഒരു കൂട്ടുകാരൻ ആക്കി അവരെ വളർത്തി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളോട് പറയാൻ പറ്റും അല്ലേ. കൂട്ടുകാരോട് പറയുന്നതിനെ കഴിഞ്ഞും കൂടുതൽ അവർക്ക് ആ കൂട്ടുകാരനെ വേണ്ട, എനിക്ക് എന്റെ അച്ഛനും അമ്മയും മതി, അല്ലെ എനിക്ക് എന്റെ ഉമ്മയും ബാപ്പയും മതി എന്നവർ പറയും. കറക്റ്റ് അല്ലേ?
യെസ്. കാരണം അതിനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ആരെങ്കിലും മനസ്സ് തൊട്ടൊന്ന് പറഞ്ഞ് എന്റെ മകനെ ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും പറയുമോ? പറയുന്നു? തീർച്ച അതാ തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മൾ വളർന്ന ഒരു രീതി ഉണ്ടല്ലേ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കേട്ട് അവര് വഴക്ക് പറഞ്ഞാൽ പിന്നെ നമ്മള് ആ ഭാഗത്തോട്ട് നോക്കത്തില്ല. ആ വഴക്ക് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോ അമ്മേ എനിക്ക് ചോറുതായോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മള് പോകുന്നത്. കാരണം അന്ന് നമുക്ക് അത്രയ്ക്കുള്ള ഒരു കാര്യങ്ങളേ ഉള്ളൂ. നമുക്കിപ്പോ ഈ ലഹരിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് MDMA തന്നെയാണോ അത് ഇന്നാണോ ഇതൊന്നും നമുക്കറിയത്തില്ല അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഡിജിറ്റൽ യുഗമാണ്, ടെക്നിക്കലാണ്, എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കുട്ടികൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്കത് അറിയാമെങ്കിലും നമ്മള് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ആയി ആ കാര്യങ്ങൾ എന്താണെന്ന് അവരെ അതേ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവര് ഒരു തെറ്റായ വഴിക്ക് പോകത്തുമില്ല. അവരെന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് വന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഒരു മകൻ വന്ന് അല്ലെങ്കിൽ ഒരു മകള് വന്നു, അമ്മേ അല്ലെങ്കിൽ ഉമ്മ എനിക്ക് അവിടെ ഒരു ചെക്കനെ കണ്ടു. ഞാനൊരു ഉദാഹരണമാണ്, വേറൊന്നും വിചാരിക്കണ്ട. ചെക്കനെ കണ്ടു, എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നു എന്ന് പറയാ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നിങ്ങൾ എന്തോടുക്കും? ഓടാന് പഠിക്കാൻ പോണം, അല്ലാതെ നീ കണ്ട ചെക്കന്മാരെ നോക്കി നടക്കുകയാണ് അല്ലെങ്കിൽ പ്രേമിക്കാൻ നടക്കുക അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അങ്ങനെയായിരിക്കും മിക്കവാറും 90% ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും. കറക്റ്റ്. പക്ഷെ അതിനെ ഒന്ന് തിരിച്ച് നമ്മൾ ചോദിച്ചു നോക്കിക്കേ, ആരാ കൂടെ പഠിക്കുന്നതാണോ അല്ലെങ്കിൽ എന്താണ് ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഓക്കെ നീ ഇപ്പൊ പഠിക്കുമല്ലേ, പഠിക്കേ, ഇതൊക്കെ ഉണ്ടാവും, പഠിക്കേ, അത് കഴിഞ്ഞ് നമുക്ക് ആ സമയത്തൊക്കെ അല്ലേ നോക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ചുമ്മാ തോളെ തട്ടി ഒന്ന് വിട്ടു നോക്കിക്കേ. അല്ലെങ്കിൽ നാളെ വരുമ്പോ എന്താണ് എന്നൊന്ന് ചുമ്മാ ഒരാക്കിയ പോലെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. അവരപ്പോ വിചാരിക്കും, നാളെ എനിക്ക് അന്ന് എനിക്ക് ഒരു ഇതാ തോന്നിയത്, ചുമ്മാ ഒരു ഇതാ തോന്നിയത്, നാളെ എനിക്ക് സീരിയസ് ആയിട്ട് ഒരാളെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ ഉമ്മയോടും ബാപ്പയോടും അല്ലെങ്കിൽ അമ്മയോടും അച്ഛനോടും പറയാൻ വേണ്ടിട്ട് പറ്റും. കാരണം അവര് അത് ശരിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരും, തെറ്റാണെങ്കിലും എനിക്ക് പറഞ്ഞു തരും, എനിക്ക് എല്ലാ കാര്യവും പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഈ ഒരു ടോപ്പിക്കാ എടുക്കുന്നത്. അവൻ പറയുവാ, അമ്മ എന്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ അവിടെ നിന്നപ്പം അവര് എന്തൊക്കെയോ യൂസ് ചെയ്യുന്ന കണ്ടു, ഞാൻ അത് പക്ഷെ ആ ഭാഗത്തോട്ട് ഞാൻ നോക്കാൻ പോയില്ല, യൂസ് ചെയ്യുന്നത് കണ്ടു എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ ഒരിക്കൽ കൊടുക്കണം. അന്നപ്പോഴത്തേക്കും നമ്മൾ എന്ത് പറയും? അയ്യോ കുഞ്ഞെ, നീ അവിടെ കൂടെ പോവരുതേ, അല്ല നീ അത് ചെയ്തോടാ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് അവരോട് ദേഷ്യപ്പെടുവാണോ വേണ്ടത്? അല്ല. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്താ, അതെ, എന്ത് കാര്യം, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അവര് പറയട്ടെ. അവര് പറയുമ്പോ നമ്മളത് കേൾക്കുക. നമ്മുടെ തിരക്കൊക്കെ ഇഷ്ടം പോലെ തിരക്കുള്ള ആൾക്കാരായിരിക്കും, ഒരു കൂട്ടം ടെൻഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും, സമയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മള്. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. രണ്ടാമത് ഈ കുട്ടികൾക്ക് വേണ്ട എന്താണെന്നറിയാവോ? എന്തായിരിക്കും രണ്ടാമത് ഈ കുട്ടികൾക്ക് വേണ്ടത്? പരിഗണന. അത് ചെറിയവനായിക്കോട്ടെ, ചെറിയ കുട്ടി ആയിക്കോട്ടെ, വലിയ കുട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു മനുഷ്യന് ആദ്യം അവസാനവും വേണ്ട ഒരു കാര്യം എന്താ? പരിഗണനയാണ് അല്ലേ. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവര് ഭയങ്കര നമ്മൾ ഭയങ്കര തിരക്കാ. അവരൊരു ചെറിയൊരു കാര്യമായിരിക്കും, ചിലപ്പം എന്താ പറയാ, ഒരു ഒരു അവരുടെ പേര് അല്ലെങ്കിൽ ഇന്ന് പോട്ടെ, അവരുടെ പേരിന്റെ ഒരു ആദ്യത്തെ അക്ഷരം എഴുതി, അമ്മ ഇത് കണ്ടോ ഞാൻ എഴുതിയതാ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ തിരക്കായി, പോച്ചക്ക എനിക്ക് സമയമൊന്നുമില്ല, നിന്റെ ഒരു കാര്യം നീക്ക് എപ്പം നോക്കിയാലും ഇത് തന്നെ ഉള്ളൂ, അവിടെ ഞാൻ പോയി ഇരിക്കും എന്ന് പറഞ്ഞ് നമ്മള് ആട്ടി വിടാറുണ്ട് അല്ലേ പിള്ളേരെ? ചെയ്യാറില്ലേ? സത്യമായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പറയാം, മക്കളെ എടാ ഞാനിപ്പോ ഇച്ചിരി ബിസിയാ, മോൻ അവിടെ വെച്ചു അമ്മ നോക്കാം എന്ന് എത്ര പേര് പറയും? ചിലപ്പോ നമ്മള് നമ്മുടെ ഹസ്ബൻഡിനോട്, ഉദാഹരണം തന്നെ പറയാം, നമ്മുടെ ഹസ്ബൻഡിനോട് ചിലപ്പോ
ഭയങ്കരമായിട്ട് വഴക്കൊക്കെ ഇട്ടോണ്ടിരിക്കുമായിരിക്കും. ആ ദേഷ്യം എല്ലാം കൂടെ അല്ലെങ്കിൽ ആ സമയം ആ പിള്ളേരുടെ ദേഹത്തോട്ട് തീർക്കും അല്ലേ. ആ പുള്ളിയെ പറയേണ്ടതല്ല ഈ പിള്ളേരെ പറയും. സത്യല്ലേ? കറക്റ്റാ. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യരുത്. കാരണം അതൊക്കെ ഇവരുടെ മൈൻഡിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാല് നമ്മൾ വിചാരിക്കും ഒരു പെയിന്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാല് നമ്മള് ആ കൊച്ചു വളർന്ന് ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകുന്ന സമയത്തായി നല്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന്. പക്ഷേ ഇത് നമ്മൾ ഒരു കുട്ടി വയറ്റിൽ കിടക്കുമ്പോ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അപ്പൊ തൊട്ട് ഈ കുട്ടിക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നുള്ള സത്യം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഇനിയെങ്കിലും പ്രഗ്നന്റ് ആകാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ടൈമിലൊക്കെ നമ്മൾ എന്താ നല്ല കാര്യങ്ങൾ ഹസ്ബൻഡ് വൈഫായാലും മറ്റുള്ളവരായാലും നമ്മൾ തന്നെ ഇരിക്കുന്ന സമയത്തായി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അവർ നല്ല കുട്ടികളായിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പൊ ഞാൻ അതല്ല പറയുന്നേ, നമ്മൾ ഈ ഒരു കാര്യത്തിലേക്കാണ് പോണേ. പക്ഷെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പൊ ഇതൊക്കെ ഒരു കാരണങ്ങളാണ് കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പരിഗണന അവർക്ക് അത് കൊടുത്തില്ലെങ്കിൽ എന്താവും? നാളെ അവർ ഒരു കാര്യത്തിനും നിങ്ങളുടെ അടുക്ക വരത്തില്ല. ഒരു വലിയ കാര്യമായിക്കോട്ടെ ചെറിയ കാര്യമായിക്കോട്ടെ ഒരു കാര്യവും നിങ്ങളോട് പറയാൻ അവർ വരത്തില്ല. കാരണം നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെ, അവളെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ. സത്യമല്ലേ? അതുകൊണ്ട് ഇപ്പൊ മൈൻഡ് ചെയ്യാത്ത ഒരാളെ നിങ്ങൾ പിന്നെ മൈൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുവോ? നമ്മൾ അയൽവക്കാരാണ് മിണ്ടത്തില്ലെങ്കിൽ അവളെങ്ങും മിണ്ടത്തില്ല, പിന്നെ ഞാൻ എന്തിനാ കയറി മിണ്ടുന്നത് എന്നല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, അവരുടെ കുഞ്ഞ മനസ്സല്ലേ, അവർക്കും അത് വേദനിക്കും. എന്നെ കേൾക്കാൻ അവിടെ ആരുമില്ല, എന്നെ പരിഗണിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ചിന്ത അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ അവർ ഒരു കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കും. അതുകൊണ്ട് ചെറിയൊരു കാര്യമായാൽ പോലും നിങ്ങൾ അത് കേൾക്കുക. നമുക്കത് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു 2 മിനിറ്റ് കാര്യമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 2 സെക്കൻഡ് കാര്യങ്ങൾ കാണത്തുള്ളൂ. അവൻ ഞാൻ ചെയ്യുന്ന കാര്യത്തിന് തോളെ തട്ടി നന്നായിട്ടുണ്ട് മോനെ, സൂപ്പർഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഹാപ്പിയാ. പുള്ളിയുടെ ആ കാര്യത്തിന് പുള്ളി അങ്ങ് പൊക്കോളും. അപ്പൊ നമ്മൾ അത് ചെയ്യുക. ഇനി ഒരു 10-13 വയസ്സുള്ള ഒരു കൊച്ച എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വീട്ടിൽ നമ്മളൊരു അച്ഛനും അമ്മയും ഒരു ഡിസിഷൻ എടുത്താൽ അവനോട് ചോദിക്കുക, മോനെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖത്തെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കി. എന്നെ ഈ വീട്ടിൽ ഒരാളായിട്ട് പരിഗണിച്ചു, അല്ലെങ്കിൽ പറയാ ഈ കുഞ്ഞുപിള്ള ഇവരൊക്കെ എന്താ, നമ്മളല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വിചാരം അല്ലെ. പക്ഷെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, അവര് പറയും എന്നോടാ ചോദിച്ചു. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കാം ചെയ്യുന്നത്, നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്, എന്നാലും നമ്മൾ അവരോട് ചോദിച്ചു. അപ്പൊ അവര് വേറെ എങ്ങോ പോയി, ഞാൻ വലിയൊരാളായി പോയി എന്നൊക്കെ അവർക്ക് തോന്നും. അപ്പൊ പരിഗണനയും നമ്മുടെ മക്കൾക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മക്കൾ എന്താകാനാ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്? പഠിച്ച് എന്താകാനാ ആഗ്രഹിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കും അല്ലേ, എന്റെ മകൻ ഒരു എഞ്ചിനീയർ ആകണം, എന്റെ മകൻ ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എന്റെ മകൻ ഒരു കളക്ടർ ആകണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. സത്യമല്ലേ? പക്ഷേ അതിനു മുന്നേ നമ്മൾ മക്കളെ എന്നാക്കി മാറ്റണം? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. നല്ലൊരു വ്യക്തി. യെസ്, നല്ലൊരു വ്യക്തിയാക്കി മാറ്റണം. നല്ലൊരു വ്യക്തിയായാൽ അവൻ എന്താവും? സമൂഹത്തിൽ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആകട്ടെ, വേണ്ട ഒരു സാധാരണ ഒരു തൊഴിലാളി ആയിക്കോട്ടെ, സഹജീവികളോട് അവർക്ക് എന്താവും? സഹായിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാവും. അപ്പൊ ഇതൊക്കെ അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഇതിപ്പോ ഒരു അധ്യാപകന് പറ്റുമോ? ഒരു എന്താ പറയാ, അയൽവക്കക്കാർക്ക് പറ്റുമോ? ഒരു സർക്കാരിന് പറ്റുമോ? ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നല്ലേ ചെയ്യേണ്ടത്, നമ്മളല്ലേ ചെയ്യേണ്ടത് അല്ലേ? ഇതിന്റെയൊക്കെ അഭാവം മൂലം തന്നെയാണ് കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്കൊക്കെ പോകുന്നത്, ഈ ലഹരി വസ്തുക്കളുടെ പുറകെ പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുക. എന്താ പറയാ, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പഠിപ്പിക്കുക എന്നല്ല, ശ്രദ്ധിക്കുക. നാളെ അവന് ഒരിക്കലും
അവന്റെ കുഞ്ഞിനെ വളർത്തുമ്പോഴും അവൻ ഇതേപോലെ തന്നെ നമ്മൾ എങ്ങനെ നമ്മുടെ മക്കളെ വളർത്തിയോ അതേപോലെ തന്നെ നാളെ അവൻ അവന്റെ മക്കളെയും വളർത്തും. നിങ്ങളിപ്പോ എങ്ങനെ നിങ്ങളുടെ ഇപ്പം ഞാനിപ്പോ വഴക്ക് കൂടിയിട്ടാണ് അല്ലെങ്കിൽ എന്റെ മക്കളെ അടിച്ചാ വളർത്തുന്നതെങ്കിൽ നാളെ അവൻ അവന്റെ മക്കളെ അങ്ങനെ തന്നെയായിരിക്കും വളർത്തുന്നത്. തെറ്റേത് ശരി ഏതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വേണം ഓരോന്നും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാ പറഞ്ഞ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ബിൽഡിംഗ് കെട്ടുമ്പോ അടിത്തറ ശരിയായാലേ എന്താ പറയുന്നേ ആ ബിൽഡിംഗ് നന്നായിട്ട് നിൽക്കത്തുള്ളൂ അല്ലേ, അല്ലെങ്കിൽ താഴെ വീഴും. അപ്പോ നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അല്ലേ. പിന്നെ എന്താ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, നോ പറയാൻ പഠിപ്പിക്കണം. നോ പറയാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? നമ്മളിപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണെങ്കിൽ, ഇപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം എന്നോട് ഒരാൾ ചോദിച്ചു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ നിന്ന് അടിയാ, നീ എന്നാണ് ധിക്കാരം പറയുന്നു എന്ന് ചോദിച്ചിട്ട് പുറകെ നിന്ന് അടിക്കും അല്ലേ. പക്ഷെ അത് അവന് വേണ്ടാത്തൊരു കാര്യമായിരിക്കും, അവനത് വേണ്ട, അവൻ നോ പറഞ്ഞു. ഓക്കെ, അതൊരു ധിക്കാരമായിട്ടല്ല എടുക്കണം. നോ പറയാൻ പഠിപ്പിക്കണം. നാളെ ഒരു ലഹരി വസ്തുവായിട്ട് ഒരാള് വന്ന് നീ എത്ര പ്രകോപിപ്പിച്ചാലും അവൻ പറയുക എനിക്ക് ഈ സാധനം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, പിന്നെ അവിടെ അപ്പീലില്ല. അപ്പൊ നമ്മൾ നോ പറയാൻ പഠിപ്പിക്കുക. അവർക്ക് ഹേർട്ട് ആവോ, അയ്യോ അവർക്ക് വിഷമാവോ ഞാൻ നോ പറഞ്ഞാല് എന്നുള്ള ഒരു തോട്ട് ആ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക. നോ പറയേണ്ട അടുത്ത് നോ പറയാം തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞിലെ മുതൽ തന്നെ ശീലിപ്പിക്കുക. എന്നാലേ അവനെ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്നും അവിടെ നോ പറയേണ്ട അടുത്ത് നോ പറയണം, എസ് പറയേണ്ട അടുത്ത് എസ് പറയണമെന്ന് തോന്നാൻ കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ടാ. നീ ആരോടും നോ പറയില്ലേ, വേണ്ട എന്ന് പറയില്ലെന്ന് പറഞ്ഞാൽ കൊച്ചു എല്ലാരോടും വേണ്ട എന്നേ പറയത്തുള്ളൂ. സത്യമല്ലേ? തീർച്ചയായിട്ടും ഉള്ളൂ. അതുകൊണ്ട് അത് നോ പറയാൻ കുട്ടികളെ എപ്പോഴും പഠിപ്പിക്കുക. കാരണം ഒരാള് ഒരു സാധനം കൊണ്ട് കൊടുത്തു, അത് ഭയങ്കരമായിട്ട് നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള സാധനമായിരിക്കും. പക്ഷെ ആ കൊച്ചിന്റെ കൈ നീളരുത്, എനിക്കത് വേണ്ട, അത് എന്തായാലും ശരി എനിക്കത് വേണ്ട എന്ന് പറയണം. കുട്ടി പറയിപ്പിക്കണം, അത് പഠിപ്പിക്കണം. അത് കുഞ്ഞിലെ മുതലേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇപ്പോഴും കെട്ടുപോയിട്ടൊന്നുമില്ല, നമുക്ക് സമയമുണ്ട്, നമ്മൾ അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ആ കുഞ്ഞൊരു തെറ്റിലേക്ക് പോയി കഴിഞ്ഞാല് പെട്ടെന്ന് അവനെ പോയിട്ട് നീ എന്തിനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വടിയൊക്കെ എടുത്ത് അടിച്ചു ശിക്ഷിക്കാൻ, ഞാൻ നല്ല മാതാവാണ് അല്ലെങ്കിൽ ഞാൻ നല്ല പിതാവാണ് എന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ നിൽക്കാതെ അവന് സ്നേഹത്തോടെ ഒന്ന് ശാസിച്ചു നോക്കി, അവൻ ആ കാര്യം മനസ്സിലാവും. നമ്മളിപ്പോ ഒരു വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് വാശി കൂടുകയല്ലേ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ മൈക്കൊന്ന് ഇത് ചെയ്യണേ മാം, ഇപ്പൊ ഒരു കാര്യം ചെയ്തു, ആ കാര്യം എന്തുകൊണ്ടാണ് എന്താ മാം സുഹൈല മാം മൈക്കൊന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോ അത് തെറ്റാണ് എന്നുള്ളത് ആ കുട്ടീനെ പറഞ്ഞു മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അവന് മനസ്സിലാവും, ഓ ഈ കാര്യം കൊണ്ടാണ് അവര് ചെയ്യരുത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാ ഒരു കാര്യം അവൻ ചെയ്ത എടാ അത് പോയി ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാകത്തില്ല, അവന് ചെയ്യാനുള്ള ഒരു ആകാംക്ഷ കൂടും എന്താണ് എന്നുള്ളത്. അപ്പോ എന്താ പറയുക, നമ്മള് കുട്ടികളെ ഇങ്ങനെയൊക്കെ വേണം പഠിപ്പിക്കാൻ. അത് ലഹരി മരുന്നുകളോട് പറയേണ്ടത് എന്താ, ലഹരി മരുന്നുകളോട് നമ്മൾ പറയണം ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട എന്ന് പറയാനുള്ള ഇച്ഛാശക്തി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ചെയ്യണം കേട്ടോ. ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. കാരണം നാളെ നമ്മുടെ മക്കള് നാളെ സമൂഹത്തിന് അല്ലെ മറ്റുള്ളവർക്ക് ഉതകേണ്ടവരാ. നമുക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്കും അവര് സഹായം ചെയ്തു കൊടുക്കേണ്ട ആൾക്കാരാ. അല്ലെ നല്ല മനുഷ്യരായിട്ട് നല്ല ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ആൾക്കാരാ. അവർ തെറ്റിലേക്ക് പോകരുത്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളൊന്നും ഒരു തെറ്റിലേക്കും പോകത്തില്ല. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഇതിൽ പറഞ്ഞ പോലെ തന്നെ പറയാണ്, മയക്കുമരുന്ന് എനിക്ക് പറക്കുവാൻ ചിറകുകൾ തന്നു, പക്ഷെ എന്റെ നീലാകാശത്തെ അവർ അപഹരിച്ചു. അത് നമ്മൾ എത്ര ആകർഷിക്കുന്ന വസ്തുക്കളായാലും ശരി, നമുക്ക് വേണ്ട എന്ന് തോന്നിയാൽ നമുക്കത് വേണ്ട.
അത് നമ്മളെ എത്ര കൊതിപ്പിക്കുന്നതായാലും ശരി. അങ്ങനെ നമ്മള് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇത് ചെയ്ത് കൊടുക്കുക. എന്താ അങ്ങനെ ഇത് പറയരുത്, ഇത് ചെയ്യല്ലേ എന്ന് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളായ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇപ്പം സത്യം പറഞ്ഞ മാതാപിതാക്കള് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ മക്കളെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ചില സമയം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇരുന്നൊന്ന് ചിന്തിക്കും, ഞാൻ എൻ്റെ മോനെ എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും നാൾ നടത്തിയിരുന്നത്. നമ്മൾ നമ്മുടെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ നമ്മൾ വാരിക്കോരിയൊക്കെ കൊടുക്കുന്നുണ്ടാകും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും, അതൊക്കെ ഓക്കെ ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചില സമയമൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട്, ഞാൻ എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ 4 പേരാ. ഞാൻ അച്ഛനും അമ്മയും ഞാനും ഹസ്ബൻഡും എൻ്റെ 2 മക്കളുമാ ഉള്ളത്. അപ്പോ അവർക്ക് വേറെ പറഞ്ഞു കൊടുക്കാനൊന്നും ആൾക്കാരില്ല. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥയാ ഉള്ളത് അല്ലേ. ഇപ്പൊ ഞങ്ങൾ ന്യൂസൊക്കെ മിക്കവാറും വെച്ച് കേൾപ്പിക്കാറുണ്ട്. അപ്പൊ എൻ്റെ മൂത്ത മകന് 13 വയസ്സാണ്. അവൻ ഒരു ന്യൂസ് കണ്ടപ്പോ അവൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇത് പോക്സോ കേസല്ലേ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ വായ പൊളിച്ചു പോയി. കാരണം ഇവൻ ഇതെങ്ങനെ അറിയാം എന്നുള്ളൊരു രീതിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. സത്യമായിട്ടും ഉള്ള കാര്യമാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മകന്. 2 മക്കളാണ് എനിക്കുള്ളത്. കാരണം നാളെ അവര് ഒരു സ്ത്രീയെ കാണുമ്പോ പോലും അതൊരു നാളെ ഒരു അമ്മയാവേണ്ടതാണ്. ആ ഒരു റെസ്പെക്ട് കൊടുക്കണം. റെസ്പെക്ട് കൊടുത്ത് ഒരു സ്ത്രീയെ കാണണം, വേറൊരു കണ്ണുകൊണ്ട് കാണരുത് എന്നുള്ളത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ എത്ര പേര്, ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ എത്ര പേര് മെൻസ്ട്രേഷനെ പറ്റി ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്? ആരെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലല്ലേ. നമുക്ക് മടിയാ. നമ്മൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നേ? ആൺകുട്ടികൾക്ക് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നേ? അത് മോശമല്ലേ? എന്തോ മോശപ്പെട്ട. അതെ അതെ, ഞാൻ പോയി നാളെ പറഞ്ഞു കൊടുത്തായിരുന്നു. യെസ്, അത് പറഞ്ഞു കൊടുക്കണം, അവരറിയണം. പക്ഷെ ഈ പറയുന്ന ഒരുവിധം പ്രായമായ പിള്ളേരൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്തൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു സ്ത്രീയായി മാറും, നാളെ അവരൊരു അമ്മയായി മാറും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു കുട്ടി ഉണ്ടെങ്കിൽ പാലെടുക്കാൻ തന്നെ നമുക്ക് മടിയാണ് അവരുടെ മുന്നില്. സത്യമല്ലേ? എന്തോ വലിയൊരു സംഭവം പോലെ നമ്മൾ അതിനെ ഒളിച്ചും പാത്തും ഒക്കെയാണ് കൊണ്ടു നടക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിലൊരു നാണക്കേടും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. അയ്യോ, ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോഴത്തെ കുട്ടികളാണ് ഹൈലി എന്താ പറയാ ഐക്യു ഉള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവും. പക്ഷെ അവർ ചിലപ്പം തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനുള്ള ആൻസർ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിനും പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ഇരിക്കണം അല്ലേ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് അവര് പെട്ടെന്ന് ചിന്തിക്കും, ഇതെന്താണെന്ന്. എന്റെ മക്കള് ചിലപ്പോ ചോദിക്കാറുണ്ട്. ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എനിക്കൊരു 35+ ആയി ഏജ്. അപ്പം നമ്മുടെ ആ ഹോർമോൺ ചേഞ്ചും അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ട്. അപ്പൊ ആ സമയത്ത് അവർക്കറിയാം ഇതിങ്ങനെയാണ് എന്നുള്ളത് അവർക്കറിയാൻ പറ്റും. അവര് എന്നെ ഡിസ്റ്റർബേ ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവര് വെള്ളം വേണോ, അല്ലെങ്കിൽ അമ്മ എന്ത് വേണം, വയ്യെങ്കിൽ ഇന്ന് ഒന്നും വെക്കണ്ട എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് കാണുമ്പം എനിക്കൊരു ആങ്ങളയാണുള്ളത്. നമ്മുടെ വീട്ടില് എനിക്ക് പോലും അതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാനൊരു ഗേളായിട്ട് പോലും ഞങ്ങളുടെ അമ്മയൊന്നും ഇങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ ആകുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ തന്നെ അറിയുന്നത്. അല്ലെങ്കിൽ സ്കൂളുകളിൽ നമുക്ക് ആ സമയം പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയൊക്കെ അറിയത്തുള്ളായിരുന്നു. കാരണം അവർക്ക് നാണക്കേടാ. ഇതൊക്കെയാണ് വെളിയിൽ പറയാൻ പറ്റുന്ന കാര്യം.
എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ആരാണെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അത് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. ഓൾറെഡി പെൺകുട്ടികൾക്ക് അത് വെരി ഗുഡ് മാം, എല്ലാം പറഞ്ഞു കൊടുക്കണം നമ്മള്. എന്നാലേ നാളെ ഒരു സ്ത്രീ ഒരു പെണ്ണിനെ കാണുമ്പോൾ അവർ റെസ്പെക്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അവർ വേറെ കണ്ണുകൊണ്ട് നോക്കും. നമ്മുടെ ഓരോരുത്തരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഓരോ കുട്ടികൾ ഓരോന്നും ചെയ്യുമ്പോൾ ഈ അവരുടെ വീടുകളിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത് കുഞ്ഞിലെ മുതലേ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കൂട്ടുകുടുംബമല്ലേ. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്തു, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പം വല്യമ്മ കാണും, അല്ലെ വല്യച്ഛൻ കാണും. ഇപ്പൊ എത്ര കുടുംബങ്ങളിലുണ്ട് അല്ലെ, വല്യമ്മയും വല്യച്ഛനും ഒക്കെ. ചിലപ്പം ചിലര് ജോലിയൊക്കെ ആയിട്ട് വെളിയിലായിരിക്കും, ചിലര് ഇളയ മകന്റെ കൂടെ ആയിരിക്കും. ഇപ്പൊ ആ ഒരു കൂട്ടുകുടുംബ സിസ്റ്റം ഇല്ല ഇപ്പൊ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഉള്ളൂ. ഇപ്പൊ കൂട്ടുകാരോട് കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ കൂട്ടുകാരെന്താ പറഞ്ഞു കൊടുക്കുന്നത്? ലഹരി എങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നീ ഇത് ഉപയോഗിക്കുക, എടാ ഒരു വീഡിയോ ഒന്ന് വലിച്ചു നോക്ക് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കൂട്ടുകാർ പറയുന്നത്. പണ്ടൊക്കെ ചിലപ്പോ അവർ പറഞ്ഞു കൊടുത്തെന്ന് വരാം, പണ്ട് കാലത്തൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവര് തെറ്റായ രീതിയിലേക്ക് മക്കളെ കൊണ്ടുപോകാനാണ് മാക്സിമം ആൾക്കാരും ശ്രമിക്കുന്നത്. അവനോ പോയി, എന്നാ പിന്നെ നീയും കൂടെ എന്റെ കൂടെ വന്നോ എന്നുള്ളൊരു രീതിക്കാണ് അവര് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, ശ്രദ്ധ കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കണം അവരെ. നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് എന്താ പറയുക, ഒരു അവർക്കും ഇങ്ങനെ തോന്നും, എന്റെ വീട്ടുകാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും അവരോട് പറയാനുള്ള ഒരു സ്പേസ് അവർ ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അവർക്ക് അവിടെ വരും. അതേപോലെ തന്നെ തുറന്ന് സംസാരിക്കുക. തുറന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തുറന്ന സ്ഥലത്ത് പോയിരുന്ന് സംസാരിക്കാനല്ല, തുറന്ന് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നിങ്ങളുടെ മക്കള് തന്നെ വീട്ടിൽ വന്നിട്ട് ഒരു 10 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അവൻ മാറിക്കിടക്കേണ്ട പ്രായമൊക്കെയായി, അവന്റെ കാര്യങ്ങൾ അവൻ തനിയെ നോക്കാനായി, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ എത്ര പേര് അവന്റെ അടുത്ത് ചെന്ന് അവന്റെ തലമുടിയിലൊക്കെ ഒന്ന് തഴുകി ചോദിച്ചിട്ടുണ്ട്, മക്കളെ ഇന്ന് എന്താടാ സ്കൂളിൽ നടന്നേ, അല്ലെങ്കിൽ ഏതൊക്കെ ടീച്ചറായിരുന്നു ഉണ്ടായിരുന്നേ, എന്തുവാ ഇന്ന് പഠിപ്പിച്ചേ? ഈ കാര്യങ്ങൾ എത്ര പേര് ചോദിക്കാറുണ്ട്? ഒരു കൗമാരപ്രായമൊക്കെ ആയ കുട്ടികളോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഞാൻ ചോദിക്കാറുണ്ട്. വെരി ഗുഡ്. അങ്ങനെ ചോദിച്ചു കഴിയുമ്പം അവരെന്താ വിചാരിക്കുക? എന്റെ അമ്മ അല്ലേ, എത്രയോ സ്നേഹമുള്ള ഒരു അമ്മ, എന്ത് കാര്യം എനിക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എന്റെ അമ്മയുടെ അടുക്കലും അച്ഛൻ്റെ അടുക്കലും എനിക്ക് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം എന്നുള്ള ഒരു കാര്യമുണ്ട്. ചിലര് പറയോ 10-14 വയസ്സായ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ഇവന്റെ കാര്യങ്ങൾക്ക് ഇവൻ ചെയ്യാനായിട്ടില്ലേ? എപ്പോഴും അവനോടൊരു അവൻ മുതിർന്ന കുട്ടി, അത് നമ്മുടെ മനസ്സിന്റെ, അവൻ മുതിർന്ന കുട്ടിയാണ്, അവന്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്, അവൻ പോകേണ്ടടുത്ത് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു തലോടലുണ്ടല്ലോ, തലോടി ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു ഉമ്മ, നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തേ, അവൻ ആ ദിവസം ഹാപ്പി ആയിരിക്കും. ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ അതൊന്ന് ചെയ്ത് നിൽക്കും. ഒരു ദിവസം ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എന്നും നിങ്ങൾ ചെയ്യണ്ട, ഒരു 2 days കൂടുമ്പോൾ, ആഴ്ചയിൽ 1, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടെ ഇരുന്ന് സംസാരിച്ച് ഒരു 1/2 മണിക്കൂർ ദിവസവും, അത് എത്ര സമയമില്ലെങ്കിലും കിടക്കുന്നതിന് മുന്നേ ഒരു 1/2 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് സംസാരിച്ച്, ഇന്ന് എന്തൊക്കെയായിരുന്നു നടന്നത്, ഇന്ന് എന്തൊക്കെയാ ഉണ്ടായത്, ഓക്കേടാ, പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളും ചർച്ചയാകും, അവരുടെ വീട്ടിൽ നടന്ന, അതൊരു ഫണ്ണായിട്ട് നമ്മളത് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. സത്യമായിട്ടും പറയും, എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറയും. പക്ഷെ നമ്മൾ മലയാളീസ് എന്നാണോ എനിക്കറിയത്തില്ല, വേറെ സ്റ്റേറ്റ് എന്നാന്നറിയത്തില്ല, നമുക്ക് നമ്മളെ കണ്ടല്ലേ പരിചയം. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല. ഇപ്പൊ നീ നടക്കുന്നുണ്ടോന്ന് എനിക്കറിയാൻ മേല. നമ്മള് അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി ഇരുന്ന് കുറച്ച് സമയം ഇരുന്ന് ചെലവഴിച്ച് വർത്താനം പറഞ്ഞ് ജോളിയായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എല്ലാരും കൂടെ ഒന്ന് വെളിയിലൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാരും. എന്നാലും നമ്മുടെ തിണ്ണയിലോ അല്ലെങ്കിൽ മുറ്റത്തോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോ ഒക്കെ ഇരുന്നൊന്ന് സംസാരിച്ച് നോക്കി, അവർക്ക് പിന്നെ വേറെ ആരോടും സംസാരിക്കേണ്ടി വരത്തില്ല. അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഉണ്ടല്ലോ.
അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ നിങ്ങളുണ്ടല്ലോ. പിന്നെന്തിനാ അവർക്ക് വേറൊരു കൂട്ടുകാരനോട് പറയേണ്ട ആവശ്യം? ഒരാവശ്യവും ഇല്ലല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അവന് തുടർന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ നാളെ നല്ല മോനായിട്ട് വളരും, നല്ല മകളായിട്ട് വളരും. അതിൽ നിന്ന് തെറ്റുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതും സ്നേഹത്തോടെ. ശരിയല്ലേ? സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ അവർ തീർച്ചയായിട്ടും എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന എന്റെ വീട്ടുകാരി ഇത് ഞാൻ പറഞ്ഞപ്പോൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവും എന്നവർ ചിന്തിക്കും, അല്ലേ? അപ്പൊ നമ്മൾ എന്താ, അല്ലെങ്കിൽ ആ തെറ്റുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇത് തെറ്റാണ് മക്കളെ, ഇതിങ്ങനെ വരുമ്പോ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് മനസ്സിലാവും. മനസ്സിലായോ? എല്ലാ കാര്യത്തിനും അവരെ പിന്തുണയ്ക്കുക. അവർ നല്ലത് ചെയ്താൽ അവരെ പിന്തുണയ്ക്കുക. അവരെ ഒന്ന് അഭിനന്ദിച്ചാൽ മതി, അവര് ഹാപ്പിയാണ്. ഇപ്പൊ ഒരു ഓട്ട മത്സരം ഉണ്ട് സ്കൂളില്. അമ്മ ഞാൻ പോന്നേ, എനിക്കിന്നുണ്ടേ. ആടാ, പോയിട്ട് വാ, ജയിച്ചിട്ട് വാ, തോറ്റാലും കുഴപ്പമൊന്നുമില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തോർത്തട്ടി ജയിച്ചിട്ട് വാ മക്കള്, വാ, ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വിട്ടേ. അവൻ ഹാപ്പി ആവും. തോറ്റാലും അവൻ ഓടുന്ന, അമ്മേ ഞാനിന്ന് പങ്കെടുത്തേ, പക്ഷെ 3rd or 4th ഒക്കെ ആയിപ്പോയി. അപ്പൊ നമ്മൾ പറയാം, ഓ അത് സാരമില്ല, അതിനിപ്പോ എന്താ, ഇപ്പൊ എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഒരാൾക്കല്ലേ സമ്മാനം ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞവിടെ. നേരത്തെയൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ ഒന്നും അമ്മമാർക്കൊന്നും ഇതൊന്നും കേൾക്കാനുള്ള സമയമില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോ അപ്പൊ ഈ ഫോണിനോട്ടിലായിരിക്കും റീൽസ്, അല്ലെങ്കിൽ റീൽസ് എടുക്കുകയായിരിക്കും. ഇതൊക്കെയാ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. മക്കൾ ഞങ്ങൾ മാറിക്കട, പോടാ ഞാൻ ഇതൊന്ന് എടുത്തോട്ടെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വലിയ മറ്റുള്ളവരുടെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കുറയ്ക്കുക. ഒന്നും വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങൾ വേണ്ടാന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ മക്കൾക്ക് നമ്മളൊരു സമയം ഫിക്സ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും അവരെ പറയിപ്പിക്കാനും അവരെ കേൾക്കാനും അവർക്കൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ്? കുട്ടി ഇനിയിപ്പോ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വടിയൊന്നും എടുക്കാതെ അവരോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, പിന്നെ നിങ്ങൾ പറയുന്ന പോലെയല്ലേ, ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഉടനെ അവൻ കേൾക്കാൻ പോലെ അവൾ കേൾക്കാൻ പോവാ, അവർക്കറിയത്തില്ലല്ലോ നമ്മുടെ കൊച്ചിന്റെ സ്വഭാവം എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ? അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് അവരോട് ചോദിക്കുക, അമ്മ ദേഷ്യപ്പെടാനുള്ള കാര്യം എന്തായിരുന്നു? അപ്പം ചില സമയം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവൻ ചിന്ത കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അവനെ തെറ്റിദ്ധരിച്ചിട്ട് അവനെ പോയിട്ട് ശിക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെ കാര്യം നടക്കത്തില്ല. അപ്പൊ അവൻ പറയാം, അമ്മ ഇതുപോലെ ആയിരുന്നു പ്രശ്നം, ഇതും കൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടെ. ഓക്കെ, നീ അത് തെറ്റാണെങ്കിൽ അവനെ പിടിച്ചിട്ട് പറയാം, മക്കളെ അത് അങ്ങനെയല്ല, ഇതാണ് എന്ന് പറയുക. പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് പറയും കുട്ടികളെ, അല്ലേ? എന്താണ് അവന് പഠിക്കത്തില്ല, അവൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ കൊച്ചിനെ പറ്റി മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവന്റെ മൈൻഡിൽ അതൊക്കെ ഇങ്ങനെ നിൽക്കും. ഇതൊക്കെയാണ് ഈ ഭാവിയിൽ വളർന്നു വരുമ്പോ ഈ കുട്ടികൾ ഇതിലേക്കൊക്കെ വഴുതി വീഴുന്നത്. എന്റെ വീട്ടുകാർ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ സമൂഹത്തിന് മുന്നിൽ എന്നെ അവര് തെറ്റുകാരനാക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് മൈൻഡിൽ അവരെ പതിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു പ്രായത്തിൽ അവർക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാകും. അവര് ഇച്ചിരി ഇതായി കഴിയുമ്പോഴത്തേന് ഇവര് ഇതൊക്കെ തേടി പോകുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ കളിയാക്കുക, എന്ത് ചെയ്താലും കളിയാക്കുക, അയ്യേ എന്താണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു സ്വഭാവമുള്ള മാതാപിതാക്കളുണ്ട്. കളിയാക്കാതിരിക്കുക, അവരെ കളിയാക്കാതെയും വിമർശിക്കാതെയും ഒക്കെ ഇരിക്കുക. അതേപോലെ തന്നെ അപ്പൊ നിങ്ങൾ ഒരേ ഒരു കാര്യം ചിന്തിക്കുക, പറയുന്നവർക്ക് അങ്ങനെ പറയാമല്ലോ, ഇതൊക്കെ ഓക്കെ ആണ്, പക്ഷെങ്കിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. നിങ്ങൾ ഇന്നു മുതല് ഞാൻ പറയുന്ന 1, 2, 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മക്കളുടെ മാറ്റം എന്താണെന്നുള്ളത്. ഇന്ന് ചിലപ്പോ നിങ്ങളോട് അമ്മ എനിക്ക് ചോറുതാ എന്ന് പറയുന്ന മകൻ നാളെ അമ്മ വാ നമുക്ക് കഴിക്കാം എന്ന് പറയും. സത്യമായിട്ടും പറയും. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും പറയും. അപ്പോ നമ്മൾ എന്താ പറയാ, അവൻ എന്ത് ചെയ്താലും അത് മനസ്സിലാക്കാതെ ആദ്യമേ പോയി അടിക്കാനും പിടിക്കാനും നിൽക്കാതെ എന്താണ് അവൻ ചെയ്ത തെറ്റെന്ന് മനസ്സിലാക്കി അതിൽ എന്തെങ്കിലും ശരിയുണ്ടോന്ന് നമ്മൾ മനസ്സിലാക്കി, ഇനി അതിൽ അവർ ചെയ്ത തെറ്റാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. കൊച്ചുമക്കൾ അവർക്ക് വലിയ എന്താ പറയുക, നമ്മളെ
നമ്മളുടെ അപ്പുറം പറയാനൊന്നും അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാവും, ആ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണല്ലോ എന്നുള്ള ഒരു രീതിക്ക് അവർക്കത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒഴിവാക്കുക. കുട്ടികളെ കുറ്റം പറയുന്നതായാലും ശരി, അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്നതായാലും ശിക്ഷിക്കുന്നതായാലും ഈ വക കാര്യങ്ങളൊക്കെ സ്നേഹത്തോടെ. ഇപ്പോഴത്തെ പിള്ളേരെ സത്യമായിട്ട് ഞാൻ പറയും, നിങ്ങൾ പോയി വടി കെട്ടി തടിച്ചാലൊന്നും നന്നാകത്തൊന്നുമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ നന്നായിക്കോളും കേട്ടോ. സത്യമായിട്ടും അതാ പറയുന്നത്. ഇപ്പൊ വടി അടിച്ചിട്ട് ആ വടി വാങ്ങിച്ചിട്ട് കളഞ്ഞിട്ട് പുറപ്പെട്ടു പോകുന്ന മക്കളൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് കുട്ടികളെ ലക്ഷ്യബോധത്തോടെ വേണം വളർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവരുടെ ജോലികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. നമ്മൾ അതിനൊരു തടസ്സവും നിൽക്കരുത്. അവര് എന്താ പറയുന്നത്, പഠിക്കുന്ന ബുക്കൊക്കെ ആണെങ്കിലും അവിടെ ഇവിടെ കിടക്കുന്ന മക്കളെ അതിൽ എടുത്ത് വെച്ചേടാ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ അടുക്കും ചിട്ടയോടും കൂടെ അവർ വളരും. ഒരു പ്രായമാകുമ്പം ഒരു ചൂലെടുത്തിട്ട് കൊടുക്കുക. ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ഇപ്പൊ പെണ്ണാണ്, കൊച്ചുകുട്ടിയാണ്, ഇവനെങ്ങനെ തൂക്കുന്നത്, ഞാൻ എന്റെ മക്കളെ ഇവിടെയൊക്കെ തൂക്കാൻ പറയും. വൃത്തിയൊന്നും ആവത്തില്ല. പിന്നെ നമ്മൾ തൂക്കണ്ടിയൊക്കെ വരും. പക്ഷെ നമ്മൾ അത് ചെയ്യിപ്പിക്കണം. അപ്പോ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. നാളെ ഇപ്പം അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോയി വലിയ ഡിഗ്രിയും ഡോക്ടറും ഒക്കെ ആകാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് അവരിപ്പോൾ തന്നെ അതിന്റെയൊക്കെ ഒരു പ്രാക്ടീസ്, അവരുടെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പറ്റുമെങ്കിൽ അവിടെ പോയാലും അവർക്ക് തനിയെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ. അപ്പൊ അത് ചെയ്യുന്നതുകൊണ്ട് ഒരു മിസ്റ്റേക്കും അവിടെ ഇല്ല. അതുകൊണ്ട് കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യിക്കാതെ മക്കൾ അവിടെ ഇരുന്നു, ഞാൻ ചെയ്ത. പിന്നെ ചിലപ്പോ അവരൊരു മിച്ചർ എടുത്തോണ്ട് വന്നാൽ മിച്ചർ ഒന്ന് താഴെ വീണു, പറക്കി എടുക്കാൻ പറയുക. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിക്കാം. അത് വൃത്തിയാകാതിരിക്കുക അതൊന്നും ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ചെയ്യിക്കേണ്ടത് ചെയ്യിക്കുക. പിന്നെ നമുക്ക് ചെയ്യാലോ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പം നോക്കിയാലും പഠിക്കി അല്ലെങ്കിൽ അത് ചെയ്യെന്ന് പറഞ്ഞിട്ട് അവരെ ദൈവത്തെ ഓർത്ത് സമ്മർദ്ദത്തിലാക്കരുത്, പ്രഷറാക്കരുത്. കാരണം എന്താണെന്നറിയാമോ, പണ്ട് നമ്മളോട് നമ്മുടെ അമ്മമാര് പറഞ്ഞ ബുക്ക് എടുത്ത് പോയി പഠിക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പതിയെ ആ ബുക്കും എടുത്തിട്ട് ഓരോ താളും മറിച്ച് മാനത്ത് നോക്കിയിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അതും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. സത്യമല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ മക്കളും അങ്ങനെ തന്നെയാ. ചിലപ്പോ അവർ ഫോൺ ആയിരിക്കും കണ്ടോണ്ടിരിക്കുമായിരിക്കും, ഒരു ഗെയിം കണ്ടോണ്ടിരിക്കുമായിരിക്കും. അപ്പൊ അത് നിർത്തിട്ട് പോയി പഠിക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ ഈ ബുക്ക് എടുത്തിട്ട് ആ ഗെയിമിലായിരിക്കും അവരുടെ ആ ചിന്തയും അവരുടെ മൈൻഡ് ഫുൾ ആയിട്ട്. ഈ പഠിക്കുന്നതൊന്നും കേറത്തില്ല. ചുമ്മാ നമ്മളെ കാണിക്കാൻ വേണ്ടി ബുക്ക് തുറന്നു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റും. എന്താ ചെയ്യാൻ പറ്റുക? അവരോട് ചോദിക്കുക, മക്കളെ നിങ്ങൾ എപ്പോഴാ പഠിക്കുന്നേ, എപ്പോഴാ ഈ ഫോൺ നിർത്താൻ പോകുന്നേ, എപ്പോഴാ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ എന്ന് ചോദിച്ചേ. കറക്റ്റ് ആയിട്ട് അവർ പറയാം, അമ്മ അതേ ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കാം എന്ന് പറയാം. അപ്പൊ അവര് എന്തായി, അവരത് ഫിനിഷും ചെയ്തു, കറക്റ്റ് സമയത്ത് പഠിക്കാനും തുടങ്ങി. അപ്പൊ അവരായിട്ട് തന്നെ അവർ പഠിക്കട്ടെ. നമ്മൾ ചോദിക്കുക, ഇത് പെട്ടെന്ന് നിർത്താൻ പറയരുത്, ഇത് എപ്പം നിർത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള ഒരു ചോദ്യം. എപ്പോഴാ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നേ, അങ്ങനെ ഒരു ചോദ്യം. അത്രയും മതി, അവർക്കത് മനസ്സിലാവും. ഇപ്പോഴത്തെ പിള്ളേരെ അൾട്രായാ, പ്രോ മാക്സാ, അതുകൊണ്ട് അവർക്ക് മനസ്സിലാകും ഇവരുടെ ഉദ്ദേശം ഇതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റുകൾ കണ്ടാൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവും കൂടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഒരു കാര്യം ഒരു ഇത് വന്നാല് അതെങ്ങനെ നേരിടണം എന്നുള്ളത് ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സിന്റെ കട്ടി ഭയങ്കര കുറവല്ലേ. നമുക്കുള്ള പോലല്ലേ, നമ്മൾ 80s 90s ഉള്ള പോലൊന്നും അല്ല. അവർക്ക് ഒരു ചെറിയൊരു ടെൻഷൻ വന്നാൽ പോലും അവർക്ക് താങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അതല്ലേ ഓരോരുത്തര് ആത്മഹത്യയും ഇതുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞാനത് പറയാൻ കാര്യം, ഞങ്ങളുടെ ഇവിടെ നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവും, ഒരു ഹസ്ബൻഡും വൈഫും, ഹസ്ബൻഡ് വൈഫിനെ കുത്തിയിട്ട് ഹസ്ബൻഡും ആത്മഹത്യ ചെയ്തു. പക്ഷെ രണ്ടുപേരുടെ കയ്യിലും കത്തിയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ പക്ഷെ എന്താണെന്നുള്ളത് ഇപ്പോഴും, ശരിക്കും പറഞ്ഞാൽ നടന്നത് എന്താണെന്നുള്ളത് ഇപ്പോഴും അറിയത്തില്ല. അപ്പോ
അതാ പറയുന്നത്, അവർക്ക് 30 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്കെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദേഷ്യവും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി വേണം ഇപ്പൊ നമ്മളെ മക്കളെ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് എവിടെങ്കിലും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ട്, നിങ്ങളുടെ പരിസര പ്രദേശത്തുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കേരള പോലീസിന്റെ നർക്കോട്ടിക് ആർമിയുടെ നമ്പർ ഉണ്ട്. ഇതാണ് ഈ നമ്പർ കേട്ടോ. നമ്മുടെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ അത് വിളിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു രേഖയും നമ്മൾ ആരാ വിളിച്ചെന്നോ ഒരു പേരോ വിവരോ ഒന്നും അവിടെ വെളിയിൽ പോകത്തില്ല. അത് 100% ഉറപ്പാണ്. അതിൽ വോയിസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും വീഡിയോ ഒക്കെ ആയിട്ടാണ് ആ സന്ദേശം അയക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആരാണ്, എന്താണ്, എവിടെയാണ് എന്നുള്ള ഒരു കാര്യം കൂടെ അയക്കണം. ഇത് നമ്മുടെ നെറ്റിൽ തന്നെ ഉള്ളതാ. നിങ്ങൾ പേടിക്കണ്ട. ഇനിയിപ്പം ചിലർ പറയുന്നുണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കൊല്ലുമെന്ന്, ഭീഷണിപ്പെടുത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു രേഖകളും അന്വേഷിക്കുന്ന പോലീസുകാർക്ക് പോലും പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് അതിനുള്ള നടപടികൾ എടുക്കുന്നതായിരിക്കും. പിന്നെ കുറെ കാര്യങ്ങളും കൂടെ ഒക്കെ പറയാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് ടൈം ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഇനി ഒരു യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നായിട്ട് നിൽക്കണം അല്ലേ? സ്വന്തം മാതാവിന്റെ നെഞ്ചിലേക്ക് കത്തി ഇറക്കി കൊല്ലാൻ മടിയില്ലാത്ത കൂട്ടുകാരനെ കത്തിമണിയിൽ നിർത്താന് മടിയില്ലാത്ത, സ്വന്തം പെങ്ങളെ ലൈംഗിക ചൂഷണം ചെയ്യാൻ മടിയില്ലാത്ത ഈ ഒരു എന്താ പറയുന്നത്, തലമുതിർന്ന ആൾക്കാർ മുതൽ കൊച്ചു കുട്ടികൾ വരെ കത്തിയും കടാരയുമായിട്ട് ഇറങ്ങുമ്പോൾ ഇതൊന്നും നമ്മുടെ വീടിന്റെ അടുത്തൊന്നും അല്ല, അത് എവിടെയോ ഒക്കെ ആണെന്ന് നമ്മൾ വായിക്കുക അല്ലെ. എവിടൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കാതെ ഇത് നമ്മുടെ വീട്ടിൽ നാളെ എത്തും എന്നുള്ള ഒരു പേടിയോടെ, കരുതലോടെ, അല്ലെങ്കിൽ ആ ഒരു മനസ്സോടെ നമ്മൾ നിൽക്കുക. എങ്കിൽ മാത്രമാണ് നാളെ നമ്മുടെ അടുത്തും നമ്മുടെ കുട്ടികളിലും അത് എത്താതിരിക്കുക. നാളേക്ക് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും, സർക്കാരിന് മാത്രമല്ല നമുക്കും ഇതിൽ പങ്കുചേരാനുള്ള ഒരവസരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ കണ്ടാൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്താ ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ അതിനു മുന്നേ ഒരു വീഡിയോ, ഒരു പ്രതിജ്ഞ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് അതിന് മുന്നേ ഒരു വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാവേ. ഇതിന് സൗണ്ട് ഉണ്ടോന്ന് കൂടെ നിങ്ങളൊന്ന് പറയണേ. സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഇല്ല കേട്ടോ. സൗണ്ട് ഇല്ല. ഒരു മിനിറ്റ്. സൗണ്ട് ഉണ്ട്. ഓക്കെ ആണോ? ഇല്ല, സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ ഉണ്ടോ നോക്കിയേ. ഉണ്ട് മാം. ഓക്കെ. ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആകുന്നില്ലേ? ഓക്കെ, ഞാനിതൊന്ന് പറയാം കേട്ടോ. ഒരു എലിയെ പിടിച്ച് കൂട്ടിലിട്ട് 2 കുപ്പികളിൽ വെള്ളം നിറച്ചു. ഒന്ന് ശുദ്ധമായ ജലം, ഒന്ന് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം. എല്ലാ സമയത്തും ഈ എലി ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം തുടർച്ചയായി കുടിച്ച് അവസാനം അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ഇതായിരുന്നു അഡിക്ഷന്റെ കാരണം. അതുവരെ ഉണ്ടായിരുന്ന പഠനം. ഈ പഠനം തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല, ഡ്രഗ്സ് എല്ലാം തന്നെ പ്രതിരോധിക്കാൻ പറ്റാത്ത അഡിക്റ്റീവ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1970കളുടെ അവസാനം കനേഡിയൻ സൈക്കോളജിസ്റ്റായ പ്രൊഫസർ ബ്രൂസ് കെ അലക്സാണ്ടർ ഇതിനെ ചോദ്യം ചെയ്യുന്നത്. എലിയെ
കൂട്ടിലിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് ഈ പരീക്ഷണം കൂട്ടിലല്ല പാർക്കിൽ വെച്ചാണ് നടത്തേണ്ടത്. അതായിരുന്നു പ്രൊഫസറുടെ നിർദ്ദേശം. അങ്ങനെ കാനഡയിൽ സൈമൺ പാർക്കിൽ എത്തുകയാണ്. എലികൾക്ക് വേണ്ടി ഇത് ഭയങ്കര സ്പീഡിൽ പോണത് കൊണ്ട് ആണ് ഇത് പറയാൻ പറ്റാത്ത കേട്ടോ. കൂട്ടിലിട്ട് ഒരു പരീക്ഷണം നടത്തിയാൽ അതെങ്ങനെ ശരിയാകും? നമുക്ക് അതുകൊണ്ട് ഈ പരീക്ഷണം കൂട്ടിലല്ല ഒരു പാർക്കിൽ വെച്ചാണ് നടത്തേണ്ടത്. അതായിരുന്നു പ്രൊഫസറുടെ നിർദ്ദേശം. അങ്ങനെ കാനഡയിലെ സൈമൺ ബാക്കി പറയാം. സൈമൺ ഫ്രേസർ യൂണിവേഴ്സിറ്റിയിൽ എലികൾക്ക് വേണ്ടി ഒരു റാറ്റ് പാർക്ക് ഒരുക്കുകയാണ്. എലികൾക്ക് സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി വലിയ എൻവിറോൺമെന്റ്. അവിടെ എലികൾക്ക് കഴിക്കാൻ ചീസും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളുമുണ്ട്. കളർ ബോൾസും മറ്റ് കളിപ്പാട്ടങ്ങളുമുണ്ട്. എലികൾക്ക് സ്വൈര്യവിഹാരം നടത്താനുള്ള സ്പേസ് ഉണ്ട്. ഉല്ലസിച്ച് ആർമാദിക്കാൻ പറ്റുന്ന ടണലുകളുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സൗഹൃദം സ്ഥാപിക്കാൻ മറ്റ് എലികളുമുണ്ട്. ആ പാർക്കിലേക്കാണ് 2 ബോട്ടിൽ വെള്ളവുമായി പ്രൊഫസർ എത്തുന്നത്. ഒന്ന് ശുദ്ധമായ പച്ചവെള്ളവും മറ്റൊന്ന് മോർഫിൻ എന്ന ഡ്രഗ് മിക്സ് ചെയ്ത വെള്ളവും. ആ പരീക്ഷണത്തിന്റെ റിസൾട്ട് എന്തായിരുന്നുവെന്ന് അറിയാമോ? ഒരു കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ എലി തന്റെ മുന്നിൽ കുടിക്കാൻ ശുദ്ധമായ പച്ചവെള്ളം ഉണ്ടായിട്ടും എപ്പോഴും പ്രിഫർ ചെയ്തത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളമായിരുന്നെങ്കിൽ ഈ റാറ്റ് പാക്കറ്റിൽ മറ്റ് എലികളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം കിട്ടിയ എലികൾ എല്ലായ്പ്പോഴും പ്രൊഫസർ ചെയ്തത് ശുദ്ധമായ പച്ചവെള്ളം മാത്രമായിരുന്നു. ഇതിനു മുൻപ് കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ സമയത്ത് പച്ചവെള്ളത്തിനു പകരം ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന എലികൾ പോലും പാർക്കിൽ വന്നപ്പോൾ ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളത്തിനു പകരം ശുദ്ധജലം കുടിച്ചു തുടങ്ങി. അഡിക്ഷന്റെ കാരണം ലഹരി പദാർത്ഥങ്ങളല്ല, ഒരുവൻ അകപ്പെട്ടിരിക്കുന്ന കൂടാണ്. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിച്ചപ്പോൾ ലഹരി ഉപേക്ഷിച്ച എലികളെ പോലെ തന്നെയാണ് മനുഷ്യരും. സന്തോഷത്തോടെ മറ്റുള്ളവരുമായി കണക്റ്റഡ് ആയി ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യൻ പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ തേടി പോകുന്നത്. അഡിക്ഷന്റെ വിപരീതം സ്വബോധം അല്ല, അത് കണക്ഷൻ ആണ്. സോ നെക്സ്റ്റ് ടൈം ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ട്രൈ ടു കണക്ട് വിത്ത് ഹിം. ഒരു പക്ഷെ അവരുടെ ആ കൂട് പൊട്ടിച്ച് കളയാൻ അത് സഹായിക്കും. നല്ലൊരു വീഡിയോ ആയിരുന്നല്ലേ? നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ അതാ പറഞ്ഞത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ എന്തു പറ്റുന്നോ അത് നമ്മൾ ചെയ്യുക. നാളുകളിൽ നമ്മുടെ ജനറേഷൻ തലമുറ ഒരു ലഹരി വസ്തുക്കൾക്കും അടിമപ്പെടാതെ നമ്മുടെ വീടുകളിൽ തന്നെ അതിനുള്ള പരിശീലനം കൊടുത്ത് നമ്മൾ കൊണ്ടുപോവുക. അതിന് നമുക്ക് ഒരു പ്രതിജ്ഞ കൂടെ ചൊല്ലാം കേട്ടോ. എന്റെ മക്കളെ മയക്കുമരുന്നിൽ നിന്നും മറ്റു ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായി എപ്പോഴും അവരോട് സ്നേഹപൂർവവും ബോധപൂർവമായും ഇടപെടുമെന്നും അവരുടെ കൂട്ടുകാരെയും പ്രവർത്തികളെയും ശ്രദ്ധിക്കുമെന്നും ലഹരി മുക്ത കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഞാൻ എന്റെ കടമ നിർവഹിക്കുമെന്നും മയക്കുമരുന്നിന് ഉപയോഗത്തിന് എതിരായി പ്രതിരോധത്തിൽ ഞാൻ പങ്കാളി ആകുമെന്നും മക്കൾക്ക് ആരോഗ്യകരമായ ഭാവി ഒരുക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മക്കളുടെ ഭാവി ആരുടെ കയ്യിലാ? നമ്മുടെ കയ്യിലാ. ആദ്യമേ നമ്മുടെ മക്കൾ വളരേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, പഠിക്കേണ്ടതും കുടുംബത്തിൽ നിന്നാണ്, അവർക്ക് അടിസ്ഥാനം കൊടുക്കേണ്ടതും നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും സന്തോഷം ഉണ്ടാവും, അവർക്കും സന്തോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ലൊരു മക്കളാക്കി വളർത്താൻ നമുക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കും കഴിയട്ടെ. അപ്പൊ ഈ ഒരു സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓ താങ്ക് യു. നാളെ ഒരു ലഹരിക്ക് അടിമയാകാതെ ഓക്കെ മാം, നമ്മുടെ മക്കളെ നല്ലൊരു മനുഷ്യനായിട്ട്, നല്ല മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന, സമൂഹത്തിന് ഉതകുന്ന ഒരു മനുഷ്യനായിട്ട്
വളർത്തിയെടുക്കുക. അതിൽ നമുക്ക് അഭിമാനിക്കാനും പറ്റും. അവർ എന്ത് ജോലി ആയിക്കോട്ടെ, അവർ എന്തും ചെയ്തോട്ടെ, അവർ നല്ല മനുഷ്യനായ മാത്രം മതി. ഒരു ലഹരിക്കോ അടിമയാകാതെ നാളത്തെ സമൂഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം. അപ്പൊ ഈ ഒരു സെഷൻ 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു നല്ല സെഷനുമായിട്ട് നമുക്ക് കാണാം. ഇത്രയും നേരം കേട്ടിരുന്ന, അതും ഞാൻ പറയുന്നു നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കേട്ടിരുന്നു. അപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? നാളെ നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കാൻ നമ്മൾ അമ്മമാരും അച്ഛന്മാരും തുനിഞ്ഞിറങ്ങണം. അമ്മമാർ ഒരു പടി മുന്നിലായിരിക്കണം. അപ്പോ ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി. താങ്ക് യു മാം. ഓക്കേ.